എക്ലറ്റിക് അപ്രോച്ച് അല്ലെ? എക്ലറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിയിൽ യൂഷ്വലി ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് കാലമായിട്ട് നല്ല നോയ്സ് ഉണ്ട്. എല്ലാവരും മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നന്നാവും കേട്ടോ. നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് സൈക്കോളജിയിൽ ശരിക്കും ഫോളോ ചെയ്തു വരുന്ന എക്ലക്റ്റിക് എന്ന് പറഞ്ഞിട്ടൊന്നല്ല പലരും പലപ്പോഴും ഫോളോ ചെയ്യാറ്, പക്ഷെ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. പക്ഷെ എക്ലക്റ്റിക് ആവുന്നതിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എന്താണ് എക്ലക്റ്റിസം എന്ന് പറയുന്ന സംഭവം ഈ പറയുന്നതിനെ കുറിച്ചാണ് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ അതിന്റെ ഒരു ബേസിക് സംഭവങ്ങൾ, അതിന്റെ കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് എന്റെ കുറച്ച് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു പോവാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിസ്കഷൻ റിപ്ലൈ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് പോലെയാണ് എന്റെ ഒരു ഉഷാർ ഉണ്ടാവുക, എന്റെ ഒരു ക്ലാസിന്റെ ഒരു രസം കിടക്കുക. അതുകൊണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങ് കയറി ചോദിക്കുക, അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ രസമായിട്ട് നമുക്ക് തീർക്കാന്ന് വിചാരിക്കണം. എനിവേ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ നമ്മളൊരു സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ സൈക്കോതെറാപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെ? ഒരുപാട് മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ട്, 10-600ഓളം മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ട്. ഈ മെന്റൽ ഡിസോർഡേഴ്സിനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അല്ലെ, ഒന്നെങ്കിൽ നമുക്ക് മെഡിക്കേഷൻ കൊടുക്കാം. ചില ഡിസോർഡേഴ്സിന് മെഡിക്കേഷൻ നിർബന്ധമായിരിക്കും. മിക്കവാറും ഡിസോർഡേഴ്സിന് എന്തിന്റെ ആവശ്യമില്ല, മെഡിക്കേഷൻ എടുക്കേണ്ട ആവശ്യം വരാറില്ല. ചിലപ്പോൾ സിവിയർ ആയി കഴിഞ്ഞാൽ വേണ്ടി വരും. ചിലപ്പോൾ സൈക്കോതെറാപ്പി വേണ്ടി വരില്ല, മെഡിക്കേഷൻ വേണ്ടി വരില്ല, ജസ്റ്റ് ലിസൺ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഒരു ബേസിക് കൗൺസിലിംഗ് മാത്രം മതിയാവും. ഇങ്ങനെയൊക്കെ പല രീതിയിൽ പല കോംപ്ലക്സിറ്റീസിൽ പല അവസ്ഥയിൽ മാനസിക രോഗങ്ങൾ, മാനസികാവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോ അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ അറിയണം, എവിടെ യൂസ് ചെയ്യണം എന്നറിയുക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് ഒന്നും അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ അറിവൊന്നും ഒക്കെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു ബേസിക് ആസ്പെക്ട് ഉണ്ട്. നമുക്ക് നമ്മുടെ തലയിലുള്ള ഇൻഫോർമേഷനെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാവുള്ളൂ, അതേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അപ്പോ സൈക്കോളജിയിൽ നമ്മൾ ഡിഗ്രി മുതൽ ഇങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് ഒരുപാട് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സും ഒരുപാട് ആളുകളെയും ഒരുപാട് പരസ്പരം വിരുദ്ധമായിട്ടുള്ള തിയറീസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രാക്ടിക്കൽ വേൾഡിലേക്ക് എത്തുന്ന സമയത്ത്, കേസസ് കാണാൻ തുടങ്ങുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം നമുക്ക് ബോധ്യം ഉണ്ടാവേണ്ടത്. അഥവാ നമ്മൾ പലപ്പോഴും ഈ പേഴ്സ്പെക്റ്റീവ്സ് പഠിപ്പിക്കുമ്പോൾ, ഞങ്ങളെങ്ങനെ പഠിച്ചാന്നറിയില്ല, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പറയുന്ന അല്ലെങ്കിൽ ടീച്ചേഴ്സിലൂടെ കൺവേ ചെയ്ത് കിട്ടിയൊരു മെസ്സേജ് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബിഹേവിയറിസം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാൾക്ക് ബിഹേവിയറിസം ഫോളോ ചെയ്ത് പോവാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സൈക്കോ അനാലിസിസ് ഫോക്കസ് ചെയ്ത് പോവാം. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒന്നിനെ പിന്തുടരാനുള്ള ഒരു അവസ്ഥയായിട്ടൊക്കെയായിരുന്നു പേഴ്സ്പെക്റ്റീവ്സിനെ പലപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മേ ബി ഈ ഒരു കാലത്തൊക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പോലും, ടീച്ചിങ് പോലും ആ ഒരു ആസ്പെക്ട്സിൽ, അഥവാ ഒരു ടീച്ചറിന് ഏറ്റവും ഇഷ്ടം സൈക്കോ അനാലിസിസ് ആയിരിക്കും. അപ്പൊ അദ്ദേഹം ആ ഒരു ഇതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എല്ലാം അതിലേക്കായിരിക്കും വരിക. ആ ഒരു രീതിയിലായിരിക്കും കാര്യങ്ങളെ കാണും. ഇനി വേറൊരാൾക്ക് ബിഹേവിയറിസം ഒന്നുകൂടി സയന്റിഫിക് ആണ് ആളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിഹേവിയറിസത്തിൽ ഫോക്കസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, പലപ്പോഴും ഒരു കാര്യം നമുക്ക് ഏറ്റവും ശരിയാണെന്ന്, അതായത് മനുഷ്യ മനസ്സുമായിട്ട് ഏറ്റവും ശരിയാണെന്ന് തോന്നുന്നതിനെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പേഴ്സ്പെക്റ്റീവ്സ് ഒക്കെ പഠിച്ചത്. പക്ഷെ ഈ ഒരു കാലത്തേക്ക് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത്, അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാനുള്ള, നമ്മൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നല്ല പേഴ്സ്പെക്റ്റീവ്സ്. അത് ശരിക്കും ഓരോന്നിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, ഓരോന്നിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഏതും വേണ്ടി വരും. അപ്പം എക്ലക്റ്റിസം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അതാണ്. നമ്മൾക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്താണ്, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുന്നിൽ വരുന്ന ക്ലയന്റിന്റെ വെൽഫെയർ ആണ്, അയാളുടെ വെൽബീയിങ് ആണ്. ആ വെൽബീയിങ്ങിന് സഹായിക്കുന്നത് എന്തോ അതിനെ എടുത്തുപയോഗിക്കാൻ കഴിയുക, എല്ലാത്തിനും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരാൾക്ക് ആ ഒരു എന്താ പറയാ, അഥവാ ഇതിന്റെ ഒരു പ്രാഗ്മാറ്റിക് പാർട്ട്, തിയറീസിന്റെ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ഐഡിയാസിന്റെ ഒരു പ്രാഗ്മാറ്റിക് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രാക്ടിക്കൽ പാർട്ടാണ് എക്ലക്റ്റിസം എന്ന് പറയുന്നത്. അവിടെ പിന്നെ എന്റെ ശരി ഇതാണ്, മറ്റാളുള്ളത് ശരിയല്ല എന്നുള്ള പരിപാടികളൊന്നുമില്ല. ആകെ ഒന്നേ ഉള്ളൂ, ഈ സൈക്കോളജി പഠിക്കുന്നത് എന്തിനാണ്,
ലോകത്തുള്ള ഏത് വിഷയം പഠിച്ചപ്പോ അഭിഷേക് പറഞ്ഞ ഇംഗ്ലീഷ് ആണെന്ന് സൈക്കോളജി പഠിച്ചവരുണ്ടാവും. അപ്പം സൈക്കോളജി പഠിച്ചവരാണെങ്കിലും എന്ത് ഭാഷ എങ്ങനെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് സൈക്കോളജി. അപ്പൊ ആ സൈക്കോളജിയെ പഠിക്കാൻ, അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഹ്യൂമൻ മൈൻഡിനെ മനസ്സിലാക്കാൻ ഒരു സിംഗിൾ തിയറിയോ ഒരു സിംഗിൾ മെത്തേഡോ ഒന്നും മതിയാവില്ല. അപ്പോ ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ട്രെൻഡാണ് എന്ത്, ഇതിനെയൊക്കെ ഏതൊരു മേഖലയും ഏത് രീതിയിലും പോയിട്ട് ആളുകളെ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനത്തെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് നമ്മളൊരു തെറാപ്പി ചെയ്യുന്ന സമയത്ത് ഒരു സൈക്കോ തെറാപ്പി ഒരാൾ കൊടുക്കുകയാണ്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ഒരു ഡിസോർഡറിനുള്ള തെറാപ്പി കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അതിൽ രണ്ട് ഏരിയ ആണ് വരിക, രണ്ട് ഏരിയയിലൂടെയാണ് കടന്നു പോകുക. ഒന്നൊരു ടെക്നിക്കൽ പാർട്ട് ഉണ്ടാവും. ടെക്നിക്കൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു ഡിസോർഡർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരാൾക്ക് ഡിപ്രഷൻ ആണോ ഡയഗ്നോസ് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾക്ക് ബൈപ്പോളാർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസോർഡർ ആണെന്നുള്ള ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസോർഡറിന് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന ടെക്നിക്കലി പ്രൊസീജിയറലി പറഞ്ഞു വെച്ച ചില തെറാപ്പീസ് ഉണ്ട്, അല്ലെങ്കിൽ ചില തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ചില ടെക്നിക്സ് ആണ്. ഇപ്പൊ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറെ തോട്ട് ഡയറി ഉണ്ട്, തോട്ട് ചലഞ്ചിങ് ഉണ്ട്, തോട്ട് റെക്കോർഡിംഗ് ഉണ്ട്, ഇങ്ങനെ കുറെ, ഇതൊക്കെ ടെക്നിക്സ് ആണ്. ആ ടെക്നിക്സ് എല്ലാവരും ചെയ്യുന്നത് ഒരുപോലെയാണ്. ആളുകൾ അതിൽ ഉപയോഗിക്കുന്ന തോട്ട്സ്, അതിൽ ചേഞ്ച് ചെയ്യുന്ന തോട്ട്സും പാറ്റേൺസും അതിൽ റീസണിങ്ങും കാര്യങ്ങളൊക്കെ ഡിഫറൻസസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു പ്രൊസീജിയർ ആണ്, ഒരു ടെക്നിക്കാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു പെർട്ടിക്കുലർ ഡിസോർഡറിന് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സിന് കൊടുക്കുന്ന ചില ടെക്നിക്കൽ പാർട്ട് ഉണ്ട് ഒരു തെറാപ്പിക്ക്. അടുത്ത ഒരു പാർട്ട് എല്ലാവർക്കും സ്ക്രീന് കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അടുത്ത ഒരു പാർട്ട് റിലേഷണൽ പാർട്ടാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അഥവാ ക്ലയന്റും തെറാപ്പിസ്റ്റും തമ്മിലുള്ള റിലേഷൻ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ഡോക്ടറാണെന്ന് വിചാരിക്കുക. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം, എന്റെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ, പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ നമ്മൾ പോകും, എനിക്ക് ഭയങ്കര പേടിയാണ് മൂപ്പര് എന്താ വെച്ച് കഴിഞ്ഞാൽ മിണ്ടിയ ചൂടാവും. അഥവാ എനിക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ കൂടെ വന്ന വാപ്പാക്കും ഉമ്മാക്കും ആയിരിക്കും തരും. എന്തിനാ മോനെ മഴയത്ത് വിട്ടിട്ടല്ലേ പനി പിടിച്ചെന്ന് കണ്ട് മൂപ്പര് ഭയങ്കരമായിട്ട് വെറുതെ ചൂടാവും. ചൂടായി കഴിഞ്ഞിട്ട് മരുന്ന് തരും, പക്ഷെ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ പനി മാറും. അതുകൊണ്ട് മൂപ്പര് ചൂടായാലും പ്രശ്നമില്ല, അവിടെ പോയിട്ടേ കാണിക്കുള്ളൂ. അവിടെ ഭയങ്കര തിരക്കാണ്, നമുക്ക് പേടിയല്ല, നമ്മുടെ കുട്ടികളും അല്ലേ, നമുക്ക് പേടിയാണ്, പക്ഷെ എന്താണ്, അവിടെ പോയിട്ടേ കാണിക്കുള്ളൂ. അങ്ങനെ ഒരു ആസ്പെക്ട്. ഇപ്പം സൈക്കോളജിയിൽ വരികയാണെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്, അഥവാ അയാളുടെ അടുത്ത് പോയാൽ അയാൾ ചൂടനായാണ് അല്ലെങ്കിൽ അയാൾ ഒരു അഹങ്കാരിയാണ്, പക്ഷെ അയാളുടെ അടുത്ത് പോയാലും അസുഖം മാറും എന്നുള്ള രീതിയിൽ ഒരു ആസ്പെക്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വശം സൈക്കോളജിക്ക് ഉണ്ടോ ഇല്ലേ? മറ്റുള്ളവർക്കൊക്കെ അതറിയാം. അങ്ങനെയെങ്കിൽ പക്ഷെ എനിക്ക് സൈക്കോളജി അറിയാം, എന്റെ അടുത്തുനിന്ന് അസുഖം മാറും, ഈ ഒരു രീതിയിൽ ആളുകൾ എൻ്റെ അടുത്ത് സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വരുമോ ഇല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അഭിപ്രായമൊന്നുമില്ലേ? വരില്ല. കാരണം എന്താണ്? വരില്ല. കാരണം നമ്മൾക്ക് എന്തില്ല, മരുന്ന് കൊടുക്കാൻ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് എന്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താ പറയാ, ഒരു പെർട്ടിക്കുലർ സംഭവം കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറും എന്നൊന്നുമില്ല. നമുക്ക് ആകെ ഉള്ളത് എന്താണ്? നമുക്ക് സെല്ല് ചെയ്യാനുള്ളത്, നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള ടൂള്, നമ്മുടെ പ്രധാനപ്പെട്ട ടൂള് നമ്മുടെ പേഴ്സണാലിറ്റി ആണ്. ആ പേഴ്സണാലിറ്റിയിൽ ഇന്റഗ്രിറ്റി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആ പേഴ്സണാലിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ എംപതൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മള് എന്റെ അടുത്ത് എന്നെ ഒരു വിഷമമായിട്ട് ഒരു പ്രശ്നമായിട്ട് വരുന്ന ആളുകൾ എന്നെ ചൂസ് ചെയ്യണമെന്നില്ല. കാരണം എന്താണ്, എനിക്ക് എന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ട് മാറ്റാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പകരം എന്താണ്, ഒരാളുടെ വിഷമവും പെയിനും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എനിക്ക് മനസ്സിലാവുന്ന ബേസിക്കലി ആ വരുന്ന ക്ലയന്റിന് മനസ്സിലാവണം. അത് മനസ്സിലാവും ഇവിടെ നിന്നാണ്, എന്റെ പേഴ്സണാലിറ്റിയിലാണ് അത് റിഫ്ലക്ട് ചെയ്യാനുള്ളത്. അപ്പം ഒരു തെറാപ്പിയിൽ റിലേഷണൽ പാർട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വരുന്ന ക്ലയന്റിന് ഞാൻ അൺകണ്ടീഷണൽ ആയിട്ട് തന്നെ ഫീൽ ചെയ്യണം, ഞാൻ ജെനുവിൻ ആയിട്ട് തന്നെ ഫീൽ ചെയ്യണം, എംപതറ്റിക് ആയിട്ട് ഫീൽ ചെയ്യണം, അല്ലെ? ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ആള് നമുക്കറിയാം, കാൾ റോജേഴ്സ് ആണ്, അല്ലെ? അഥവാ ഞാൻ ഭയങ്കര ഒന്നും വേണ്ട. ഇപ്പൊ ഒരിക്കലും എന്റെ കുട്ടികൾക്ക് ഞാൻ വേറെ ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിപ്രഷനെ കുറിച്ചാണ് ക്ലാസ് എടുക്കണേ. അപ്പം ഡിപ്രഷനെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് പറയാൻ പറഞ്ഞു. PG കഴിയാറായിട്ടുള്ള കുട്ടികളൊക്കെയാണ്. അപ്പം അതിലൊരു കുട്ടി പറഞ്ഞു, പിന്നെ അവള് ഒരിക്കലും ചെറിയൊരു ഡിപ്രഷൻ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ പോയി. സൈക്കോളജി പഠിച്ചിട്ടുള്ളതാണ്, സൈക്കോളജി അറിയുന്ന ഒരു കുട്ടിയാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് സൈക്കോളജിസ്റ്റ് അല്ല, സൈക്യാട്രിസ്റ്റ് ആണ്. സൈക്യാട്രിസ്റ്റിനോട് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ സൈക്യാട്രിസ്റ്റ് ഇങ്ങോട്ട് എന്ത് പറഞ്ഞു, അത് ഡിപ്രഷൻ ആണ് കേട്ടോ, ഡിപ്രഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മളുടെ എക്സ്പെർട്ടൈസ് ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാവാം അതെന്താ പ്രശ്നം എന്നുള്ളത്. പക്ഷെ ആ വ്യക്തിക്ക് മരുന്ന് കിട്ടിയിട്ട് മാറുക എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ത്, തന്നെ മനസ്സിലാക്കുക, തന്റെ പെയിന് കേൾക്കുക, എത്ര സമയം എടുത്തിട്ടാണെങ്കിൽ അത് കേട്ടു തരിക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ ഡയഗ്നോസ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ മാത്രമല്ല ഒരു സൈക്കോളജിസ്റ്റ് ഇരിക്കണേ. ഒരു സൈക്കോളജിസ്റ്റ് ഇരിക്കണം എന്തിനും കൂടിയാണ്, അയാൾക്ക് ഈ ലോകത്ത് വേറെ ആരും ഇല്ല എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടാണെങ്കിലും ഞാനുണ്ട് എന്ന് തോന്നിക്കാനാണ്. അയാളെ മനസ്സിലാക്കാൻ ലോകത്ത് ഒരാളുണ്ട് എന്ന് തോന്നാനാണ്. അയാളുടെ ഹെൽപ്ലെസ്നെസ് പറഞ്ഞു വരുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഹെൽപ്ലെസ് അല്ല, നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് ഞാനുണ്ട് എന്ന് അയാൾക്ക് ഫീൽ ചെയ്യാനാണ്. ഇങ്ങനെ പല കാര്യങ്ങളും സൈക്കോളജിയിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അസുഖത്തിന് മരുന്ന് കൊടുക്കുന്നത് പോലെ ഒരു മെന്റൽ ഡിസോർഡറിന് ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. അവിടെ എന്ത് വേണം, സൈക്കോളജിസ്റ്റും ആ ക്ലയന്റും തമ്മിലുള്ള ഒരു തെറാപ്യൂട്ടിക് അലയൻസ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈ ഒരു രണ്ട് പാർട്ടും പല തിയറീസും ആണ് പറയുന്നത്. എക്ലക്റ്റിസം എന്ന് പറയുന്നതിൽ നമ്മൾ ബേസിക്കലി ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു രണ്ട് പാർട്ടും, ടെക്നിക്കൽ പാർട്ടാണെങ്കിലും ശരി, റിലേഷണൽ പാർട്ടാണെങ്കിലും, ഇത് രണ്ടും ഡിഫറെന്റ് തെറാപ്യൂട്ടിക് അപ്രോച്ച്, ഡിഫറെന്റ് തിയറട്ടിക്കൽ ആസ്പെക്ട്സ് ഒന്നും വന്ന് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അതിൽ ഒന്നും കൂടി ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ പറയാം. അതിനു മുൻപ് ഇപ്പോഴത്തെ ഒരു കാലത്ത് ഈ എക്ലറ്റിസം എന്ന് പറയുന്ന വേർഡ് പൊതുവെ യൂസ് ചെയ്യാറില്ല. ഇന്റഗ്രേറ്റീവ് അപ്രോച്ച് എന്നാണ് യൂസ് ചെയ്യാറ്. ഇന്റഗ്രേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ ഒരു ക്ലയന്റിന്റെ ഒരു പ്രശ്നം, ബുദ്ധിമുട്ടുള്ള മാനസികമായിട്ട് ഒരു വിഷമം അനുഭവിക്കുന്ന ഒരു ക്ലയന്റിന്റെ വിഷമം മാറ്റാൻ, ബുദ്ധിമുട്ട് മാറ്റാൻ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റിയിട്ട് അയാളെ സഹായിക്കാൻ എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതുകൊണ്ട് ഒരു ഇന്റഗ്രേറ്റീവ് മെത്തേഡ് ആയിട്ടാണ് ഇപ്പൊ പറയാറ്, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ, തിയോറിറ്റിക്കൽ ഇന്റഗ്രേഷൻ, തെറാപ്യൂട്ടിക് ഇന്റഗ്രേഷൻ എന്നൊക്കെയാണ് യൂസ് ചെയ്യാറ്. അതിനെ നമുക്ക് ജനറലി എക്ലക്റ്റിസം എന്ന് വിളിക്കാം. പക്ഷെ എക്ലക്റ്റിസം എന്നുള്ള വേർഡിന്റെ അർത്ഥം ടു ചൂസ് എന്നാണ്. ടു ചൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതിനെ ചൂസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അർത്ഥം. എക്ലക്റ്റിസം എന്ന് പറയുന്നതിന്റെ അതൊരു ഗ്രീക്ക് വേർഡ് നിന്നുണ്ടായതാണ്, എക്ലക്റ്റിസം എന്ന് പറയുന്ന വേർഡ്. ആ ഗ്രീക്ക് വേർഡിന്റെ മീനിങ് തന്നെ എന്താണ്, ടു ചൂസ് എന്നാണ്. ചൂസ് ചെയ്തെടുക്കുക. ചൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ പിക്ക് ചെയ്തെടുക്കുക. പക്ഷെ ഇന്നത്തെ എക്ലക്റ്റിസം അതിനും അപ്പുറത്താണ്. അതുകൊണ്ടാണ് അതിന് ഇന്റഗ്രേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇന്റഗ്രേഷൻ വെറും ചൂസ് ചെയ്ത് മാത്രമല്ല, എല്ലാത്തിനെയും കൂടി ഒരുമിച്ചൊരു ഫിലോസഫി ആക്കലും കൂടി വരും. ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പം എനിക്ക് സൈക്കോ അനാലിസിസ് ഭയങ്കര ഇഷ്ടമാണെന്ന് വിചാരിക്കാം. ഒരാൾ ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റീക്രിയേഷൻ മെത്തേഡ് ചെയ്തിട്ടൊക്കെ ഒരാളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക എന്നൊക്കെയുള്ള അസോസിയേഷൻ, ഡ്രീം അനാലിസിസ്, ഇതൊക്കെയാണ് എനിക്ക് താല്പര്യം വിചാരിക്കുക. ഞാൻ പക്ഷെ ഒരു ഫോബിയ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ചൂസ് ചെയ്യുക, അഥവാ പോയിട്ട് ബിഹേവിയറിസത്തിൽ ഒരു എക്സ്പോഷർ തെറാപ്പി എടുത്തു കൊണ്ടുവന്നിട്ട് ഇയാളുടെ ഫോബിയ മാറ്റുകയാണ്. അപ്പം അങ്ങനെ ആ ഒരു ആസ്പെക്ട് ആണ് എക്ലക്റ്റിസം എന്ന് പറയുന്നത്, ചൂസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇന്റഗ്രേറ്റീവ് മെത്തേഡാണ് ഇപ്പം ഒന്നുകൂടി ഒന്നുകൂടി അതിന്റെ ഡെവലപ്ഡ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട രീതിയിലൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുക. തെറാപ്യൂട്ടിക് ടെക്നിക്സോ പ്രിൻസിപ്പിൾസോ തിയറീസോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. അതിൽ ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തിയറട്ടിക്കൽ പേഴ്സ്പെക്റ്റീവ്സും അതൊക്കെ എവിടേക്ക് എന്തിലൊക്കെ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അതേപോലെ തന്നെ ഡിസ്കഷൻസ് എന്തെങ്കിലും ഇടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാൻ ഈ തിയറട്ടിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് ഏതൊക്കെ സ്റ്റേറ്റിൽ ഏതൊക്കെ മെന്റൽ ഡിസോർഡറിലൊക്കെ സഹായിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ. ബിഹേവിയേഴ്സും ആരാണ് പ്രപ്പോസ് ചെയ്തത്? ആർക്കെങ്കിലും പറയാൻ പറ്റും ആരാണ് ബിഹേവിയേഴ്സ് പ്രപ്പോസ് ചെയ്തത്?
ബിഹേവിയറിസത്തിനാണ് ബിഹേവിയർ തെറാപ്പീസ് ഉണ്ടായത് അല്ലെ. അപ്പൊ ബിഹേവിയറിസ്റ്റ് ആരാ പ്രപ്പോസ് ചെയ്തേ? സർ സ്കിന്നർ ആണോ, ബി എഫ് സ്കിന്നർ ആണോ? അല്ല അല്ല അല്ല. വാട്സൺ, ജെ.ബി. വാട്സൺ. യെസ്, ജെ.ബി. വാട്സൺ. അതെന്താണ് പിന്നെ ഇത് വരുന്നേ, എക്കോ വരുന്നുണ്ട്. ഓക്കെ, ജെ.ബി. വാട്സൺ ആണ് എന്ത് ചെയ്യുന്നത്, ബിഹേവിയറിസം പ്രപ്പോസ് ചെയ്യുന്നത്. മൂപ്പരത് പ്രപ്പോസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? മൂപ്പരൊരു പ്യുവർലി സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുന്ന മനുഷ്യനാണ്. എല്ലാത്തിനും ഒരു ഒബ്ജക്റ്റീവിസം അല്ലെങ്കിൽ ഒരു ഒബ്ജക്ടിവിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾക്കൊന്നും മൂപ്പർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. നമ്മളുടെ കഴിഞ്ഞ കാലത്തുള്ള വിശ്വാസങ്ങൾ, മെമ്മറീസ്, അല്ലെങ്കിൽ കോഗ്നേറ്റീവ് ആസ്പെക്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല ബിഹേവിയർ സയൻസ് അഥവാ സൈക്കോളജി സയൻസ് ആയിരിക്കാത്ത ഒരു കാലത്താണ് ബിഹേവിയറിസം വരുന്നത്. സൈക്കോളജി സയൻസ് ആയിരുന്നില്ല. സയൻസ് ആവണമെങ്കിൽ എന്ത് വേണം? സൈക്കോളജി മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന വികാരങ്ങള്, വിചാരങ്ങളൊക്കെ പിടിച്ചിട്ട് അളന്നിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ അതൊരു സയൻസ് ആവുള്ളൂ അല്ലെ. ഫിസിക്സ് സയൻസ് ആവണത് എന്താണ്? ഭൂമിയിലുള്ള ഫിസിക്കൽ ഒബ്ജക്ട്സിനെ എന്തിനേയും മെഷർ ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ ഇപ്പൊ ഞാൻ ഇത്ര അളവിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇത്ര അളവിൽ ചിന്തിക്കുന്നു എന്നുള്ള രീതിയിൽ മെഷർ ചെയ്യാനൊന്നും അന്ന് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്ട്രക്ചറലിസം ഫങ്ഷണലിസം ഒക്കെ തള്ളിപ്പോയത്. പക്ഷെ ബിഹേവിയറിസം എവിടെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ലെവൽ വെച്ചിട്ട് അളക്കാൻ പറ്റുന്ന മെഷറബിൾ ആയിട്ടുള്ള ഒരേ ഒരു കാര്യം മാത്രമേ സൈക്കോളജിയിലുള്ളൂ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആസ്പെക്ട്സിലുള്ളൂ. അത് ബിഹേവിയേഴ്സ് ആണ്. ബിഹേവിയേഴ്സ് നമുക്ക് റെക്കോർഡ് ചെയ്യാം, കാണാം, മനസ്സിലാക്കാം, ഇതൊക്കെ ചെയ്യാം. പക്ഷെ മൂപ്പരുടെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്നറിയോ? ബിഹേവിയർ ഒബ്സർവബിൾ ആണ്, ബിഹേവിയറിനെ വെച്ചിട്ട് സയൻസ് ആക്കാൻ പറ്റുന്നൊക്കെ മൂപ്പർക്ക് അറിയാം. പക്ഷെ ഒരു സ്ട്രോങ് തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് മൂപ്പർക്ക് അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ ഇദ്ദേഹം ഒരുപാട് വായിച്ചു, ഒരുപാട് അന്വേഷിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു. തൊണ്ടേക്കിന്റെ കുറെ തിയറീസ് ഒക്കെ അദ്ദേഹം വായിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് അഥവാ പുറത്തു നിന്നുള്ള ഒരു സ്റ്റിമുലസിനോട് ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് ആണ് ബിഹേവിയർ, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ്. നമ്മൾക്ക് കിട്ടുന്ന സ്റ്റിമുലസിനൊക്കെ അനുസരിച്ച് നമ്മൾ അങ്ങനെ ബിഹേവിയേഴ്സ് ഉണ്ടായി അതിനെയൊക്കെ മൊത്തത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഒക്കെ ആയിട്ട് പറയാം എന്നുള്ള രീതിയാണ് അവരുടേത്. അവിടെ നമുക്ക് ചിന്തക്കോ ഇമോഷൻസിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഇമ്പോർട്ടൻസ് ബിഹേവിയറിസം കൊടുത്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇവാൻ പാവലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് 1890 മുതൽ ഇങ്ങോട്ട് 1904 വരെയാണ് അദ്ദേഹത്തിന്റെ റിസർച്ചസ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ആ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാലോ എന്താണ്, ഡോഗ് ബെല്ലടിക്കുമ്പോൾ സലൈവേറ്റ് ചെയ്യുക. അപ്പൊ ഒരു ബന്ധമില്ലാത്ത ബെല്ലിനോട് സലൈവേറ്റ് ചെയ്യണം. പക്ഷെ പിന്നെ മൂപ്പരുടെ പ്രശ്നം എന്താ അറിയോ? അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി ബിഹേവിയർ എന്താണ്, പുറത്തുള്ള ഒരു സ്റ്റിമുലസിനോട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് ബിഹേവിയർ. അപ്പൊ അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാനും പറ്റും. കാരണം പാവ്ലോ ഓൾറെഡി ഡോഗിൽ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അടുത്ത പ്രശ്നം എന്താണ്, ഒരു ഡോഗിൽ നടത്തിയ എക്സ്പെരിമെന്റ് സൈക്കോളജി ആണ്, ഹ്യൂമൻ സൈക്കോളജി ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ മൂപ്പൻ എന്ത് ചെയ്തു, ഒരു ലിറ്റിൽ ആൽബർട്ട് എന്ന ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ട് ആ കുട്ടിക്ക് ലൗഡ് നോയ്സിനോടുള്ള പേടി റാറ്റിനോടുള്ള പേടിയാക്കിയിട്ട് മാറ്റുന്നുണ്ട് അല്ലെ. ഒക്കെ നമുക്ക് അറിയുന്നല്ലേ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ് ഒക്കെ. എന്നിട്ട് അദ്ദേഹം അന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഏത് തരത്തിലുള്ള കുട്ടികളെ എൻ്റെ അടുത്ത് തന്നു വിട്ടു കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഡോക്ടറായിട്ടോ അല്ലെങ്കിൽ വക്കീലായിട്ടോ ഇനി ക്രിമിനൽസ് ആയിട്ടോ ഞാൻ മാറ്റിത്തരാം എന്ന് അദ്ദേഹം ഒരു കോൺട്രവേഴ്ഷ്യൽ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അഥവാ ഈ സ്റ്റിമുലേഷൻസും ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് പ്രിൻസിപ്പിൾസും വെച്ചിട്ട് എന്ത് ചെയ്യാണ്, മനുഷ്യന്മാരെ ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഡയലോഗിന്റെ ഒക്കെ ഒരു അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. അന്നൊക്കെ ഉണ്ടായിരുന്ന എന്താണ്, അദ്ദേഹം ആ ഒരു വ്യൂ ആണ് കണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അതാണ് ശരി, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നിനും ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ബാക്കിയൊക്കെ ഉണ്ട് പക്ഷെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ഒരു മനുഷ്യനിൽ ചേഞ്ച് വരുത്താൻ ബിഹേവിയറിസം മതി എന്നുള്ളതാണ്. പിന്നീട് 1930 ഒക്കെ ആയ സമയത്താണ് നമ്മുടെ മഹാനായ സിഗ്മണ്ട് ഫ്രോയിഡ് വരുന്നത്. ഇദ്ദേഹത്തിന്റെ സൈക്കോ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്, നമ്മൾക്ക് കുറെ ഇൻബോൺ ആയിട്ടുള്ള ഡ്രൈവുകളും ഡിസയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കുറെയൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യും, കുറെ ഫുൾഫിൽ ചെയ്യാതെ കിടക്കും. എന്നിട്ട് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലുള്ള കുറെ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് എത്രത്തോളം ഹെൽത്തി ആണോ, കോൺഫ്ലിക്ട് ഇല്ലാത്തൊരു സ്റ്റേറ്റ് ആണോ, അതാണ് നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. അവിടെ ഉണ്ടാവുന്ന ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, അൺകോൺഷ്യസ് കോൺഫ്ലിക്ട്സ് ഒക്കെ മാനസിക രോഗങ്ങളായിട്ടൊക്കെ വരും എന്നൊക്കെ മൂപ്പര് കുറെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫോബിയ ഉണ്ടാവുന്ന ആൾക്ക്
പിന്നെ ഈ ഈഡിപ്പസ് കോംപ്ലക്സ് ഇലക്ട്ര കോംപ്ലക്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ എന്തോ കോൺഫ്ലിക്റ്റ് വന്നിട്ടുള്ള, അങ്ങനെ മൂപ്പരുടെ ഒരു വിശ്വാസവും മൂപ്പരുടെ ഒരു സൊസൈറ്റിയും സമൂഹവും ഫ്രണ്ട്സും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഈ സെക്ഷുവാലിറ്റിയുടെ ഇമ്പോർട്ടൻസ്. സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ പോലും ഒരു ശരീരത്തിന്റെ പ്ലഷറും ശരീരത്തിന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടും, ഈ രണ്ട് സാധനത്തിൽ കിടന്നുകൊണ്ടാണ് നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോണത്. അതേപോലെ തന്നെ അൺകോൺഷ്യസ് കോൺഫ്ലിക്ട്സ്, അൺകോൺഷ്യസ് ഡ്രൈവ്, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളിലാണ് മൂപ്പര് ഫോക്കസ് ചെയ്തത്. അവിടെയും ഒരുപാട് കാര്യങ്ങളെ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ അവിടെ പറ്റും. പക്ഷെ എല്ലാ ഡിസോർഡേഴ്സും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബിഹേവിയറിസം ഉണ്ടല്ലോ, ഒരിക്കല് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ വീട് വയനാടാണ്. എന്നെ വയനാട്ടിൽ കാണാൻ വേണ്ടി വന്നു. അപ്പൊ കാണാൻ വേണ്ടി വന്നിട്ട് ഞാൻ ഇവനെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല്, ഞങ്ങൾ ഒരുമിച്ച് ഞാനും എൻ്റെ ബ്രദറും ഈ സുഹൃത്തും കൂടിയിട്ട് നമ്മുടെ വയനാട്ടിൽ കാണാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണല്ലോ താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരത്തിൽ പോയി. അതിന് അവിടെ നമുക്കറിയാലോ നല്ല വീതിയുള്ള റോഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു ഫെൻസ് ഉണ്ട്. ആ ഫെൻസിന്റെ അവിടെ നിന്ന് നോക്കിയിട്ടാണ് നമ്മൾ താഴെ വ്യൂ പോയിന്റ് നോക്കി നിൽക്കുക അല്ലെ. അപ്പൊ ഞാനും എൻ്റെ അനിയനും അവിടെ എത്തിയിട്ട് ഞാൻ താഴേക്ക് നോക്കുകയാണ്. പക്ഷെ എത്ര നോക്കിയിട്ടും ഇയാള് കാണുന്നില്ല. ഇയാൾ ബാക്കിൽ വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പോയി നിൽക്കണം. പക്ഷെ ഇയാളെ കാണുന്നില്ല. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ആൾ എവിടെ ഉണ്ടെന്ന് അറിയോ? ആ ചുരത്തിന്റെ ഇപ്പുറത്തെ സൈഡിലുള്ള പാറക്കെട്ടില്ലേ, ആ പാറക്കെട്ടിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ആക്രോഫോബിക് ആണ്. ആക്രോഫോബിക് ആയിട്ടുള്ള ആ വ്യക്തിക്ക് എന്താ സംഭവിക്കുക? ഹൈറ്റിന് പേടിയാണ്. നല്ല ഹൈറ്റ് ഉണ്ടല്ലോ അവിടെ. അപ്പം പക്ഷെ അവിടെ അങ്ങനെ ആലോചിച്ച് നോക്കണം, നന്നായിട്ട് പഠിക്കുന്ന നല്ല ബുദ്ധിക്കൊന്നും ഒരു തകരാറും ഇല്ലാത്ത എൻ്റെ ഒരു സുഹൃത്താണ്. പക്ഷെ അതേ ബുദ്ധിയും ലോജിക്കും കാര്യങ്ങളും ഒക്കെയുള്ള വ്യക്തിക്ക് അയാൾക്ക് അറിയാം, അയാൾ ആ പാറയുടെ അടുത്ത് നിന്നാലോ ഇനി ആ ഫെൻസിന്റെ അടുത്ത് കൊക്കയുടെ അടുത്ത് പോയി നിന്നാലും ഒരു കാരണവശാലും കൊക്കയിലേക്ക് വീഴില്ല എന്ന് അയാൾക്കറിയാം. പക്ഷെ എങ്കിലും പേടിയാണ്. എന്താ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊക്കയിൽ വീണ് മരിക്കും എന്നുള്ളതല്ല ആക്രോഫോബിക്കിന്റെ ഒരു പേടി. അയാളുടെ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ സ്റ്റിമുലസ് ഇല്ലേ, ഹൈറ്റ് എന്ന് പറയുന്ന സ്റ്റിമുലസ്, ആ സ്റ്റിമുലസിന്റെ പ്രസൻസിൽ ഇയാളുടെ ശരീരത്തിൽ എന്തൊക്കെയോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട്. നെഞ്ഞിരിപ്പും കിതപ്പും ഭയങ്കരമായിട്ട് കൂടും, വിറ വരും, വേർക്കാൻ തുടങ്ങും, മുട്ട് കൂട്ടിയിടിക്കാൻ തുടങ്ങും. ഈ ഇടങ്ങറ് നിങ്ങൾക്കും എനിക്കൊന്നും ഇഷ്ടമല്ല. പക്ഷെ നമുക്കത് ഹൈറ്റിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ടാവില്ല. പക്ഷെ ഇദ്ദേഹത്തിന് എന്താണ്, ആ ഹൈറ്റ് എന്ന് പറയുന്ന സ്റ്റിമുലസ്, അതൊരു സ്റ്റിമുലസ് ആണ്, നമ്മുടെ ബിഹേവിയറിസത്തിൽ പറയുന്ന ഒരു സ്റ്റിമുലസ് ആണ്. ആ സ്റ്റിമുലസിനോടുള്ള ഇദ്ദേഹത്തിന്റെ ബിഹേവിയറൽ സ്പെക്ട്രത്തിലുള്ള ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ് ഇദ്ദേഹത്തിന്റെ ഫോബിയ. ഇത് ഞാൻ പറയാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അറിയാം ഞാൻ അവിടെ നിന്നാലോ അതിന്റെ അടുത്ത് പോയിന്നാലോ വീഴില്ല. പക്ഷെ അവിടെ ലോജിക്കിനോ കോഗ്നിറ്റീവ് ആസ്പെക്ട്സിനോ ചിന്തയ്ക്കൊന്നും ഒരു റോളും ഇല്ല. അവിടെ ആകെ റോളുള്ളത് എന്താണ്, ആ സ്റ്റിമുലസിന്റെ പ്രസൻസിൽ ഇയാൾക്ക് നമ്മള് ഈ പാവ്ലോന്റെ എക്സ്പെരിമെന്റ്, ബെല്ലടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സലൈവേറ്റ് ചെയ്യുന്നത് ചിന്തിച്ചാലും ചിന്തിച്ചിട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതേപോലെ കണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആ സ്റ്റിമുലസിന്റെ പ്രസൻസിൽ ഇയാൾക്ക് ഉണ്ടാവുകയാണ്. ഫോബിയ എന്താണ്? ക്ലാസിക്കലി കണ്ടീഷൻഡ് ഫിയർ ആണ് ആക്ച്വലി ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഫോബിയനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ത് വേണം? ക്ലാസിക്കൽ കണ്ടീഷനിങ് വേണം. അപ്പം അങ്ങനെയുള്ള ബിഹേവിയറൽ ആസ്പെക്ട്സിൽ വരുന്ന കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ബിഹേവിയറിസം തന്നെ വേണം, അങ്ങനെയുള്ള ഡിസോർഡേഴ്സിനെ. ഇനി അവിടുന്ന് കുറച്ചും കൂടി പോകുന്നതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുള്ളത്. ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാം. ബിഹേവിയറിസത്തില് എവിടെയെങ്കിലും ഇമോഷണൽ, തോട്ട്, കോഗ്നിറ്റീവ് ആസ്പെക്ട്സ് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ ഇല്ല? എന്താ നിങ്ങളുടെ അഭിപ്രായം? ബിഹേവിയറിസത്തിൽ എവിടെയെങ്കിലും തോട്ടിന്, ഇമോഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ്, റോളുകൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ പഠിച്ചത് പറഞ്ഞാൽ മതി, നിങ്ങൾ തെറ്റുമില്ലെന്ന് നോക്കണ്ട, നിങ്ങൾക്ക് അറിയുന്നത് പറഞ്ഞാൽ മതി. ബിഹേവിയറിസം നമ്മൾ കുറെ പഠിച്ചതല്ലേ. ഓക്കെ, ബിഹേവിയറിസം നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളത് എന്താണ്? ഒരു സ്റ്റിമുലസ്, ആ സ്റ്റിമുലസിനോടുള്ള റെസ്പോൺസ് ഇങ്ങനെയൊക്കെയാണ്. ഞാനും കുറച്ചു കാലം മുൻപ് വരെ മനസ്സിലാക്കിയതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ബിഹേവിയറിസത്തിൽ ഒരു പ്രധാനപ്പെട്ട ഫേസ് ആണ് സ്കിന്നർ. അദ്ദേഹത്തിന്റെ തിയറിയുടെ പേര് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നാണ് അല്ലെ. ആ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറിനെ, അദ്ദേഹത്തിന്റെ തിയറിനെ അല്ലെങ്കിൽ ബിഹേവിയറിസത്തിനെ
റാഡിക്കൽ ബിഹേവിയറിസം എന്ന് പറയും. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? റാഡിക്കൽ ബിഹേവിയറിസം എന്നുള്ളൊരു പേര് കൂടി പറയും. റാഡിക്കൽ ബിഹേവിയറിസം എന്ന് പറയാനുള്ള കാരണം ഈ JB വാട്സണും സ്കിന്നറും പാവ്ലോയും ഒക്കെ പ്യൂർ സ്റ്റിമുലസ് അതിനോടുള്ള റെസ്പോൺസ് അത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഒരു പ്യൂർ ബിഹേവിയറിസം ആണ് അതൊക്കെ. പക്ഷെ റാഡിക്കൽ ബിഹേവിയറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഹേവിയറൽ ആസ്പെക്ട്, ബിഹേവിയറിന് കൊടുക്കുന്ന സ്റ്റിമുലസ്, ഇതിനൊക്കെ നമ്മളുടെ ചിന്തയെയും ഇമോഷൻസിനെയും നമ്മുടെ മറ്റുള്ള കോഗ്നിറ്റീവ് ആസ്പെക്ട്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതിനുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്ന ബിഹേവിയറിസമാണ് റാഡിക്കൽ ബിഹേവിയറിസം. അഥവാ റാഡിക്കൽ ബിഹേവിയറിസം എന്ന് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ഇപ്പൊ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ എന്താണ്? റീഇൻഫോഴ്സ്മെന്റ് അല്ലേ? ഇപ്പോ ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യാണ് എന്റെ സ്ഥാപനത്തിലും ഞാൻ നന്നായിട്ട് ടീച്ച് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ എനിക്ക് എന്ത് ചെയ്യണം? സാലറി കൂട്ടിത്തരാണ്, എനിക്ക് റീഇൻഫോഴ്സ്മെന്റ് തരാണ്. അതെനിക്ക് ശരിക്കും ഈ ബിഹേവിയർ മാത്രമല്ല കൂട്ടണേ, എനിക്ക് എന്തൊക്കെ കൂട്ടുന്നുണ്ട്? എന്റെ സ്ഥാപനത്തിനോടുള്ള ഇഷ്ടം കൂട്ടുന്നുണ്ട്, സ്നേഹം കൂട്ടുന്നുണ്ട്, ആത്മാർത്ഥത കൂട്ടുന്നുണ്ട്, അങ്ങനെ കോഗ്നിറ്റീവ് ആസ്പെക്ട്സും കൂട്ടുന്നുണ്ട്. അപ്പോ ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു സംഭവം ബിഹേവിയറിനെ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതല്ല, പകരം നമ്മുടെ ഇന്റേണൽ ആസ്പെക്ട്സ്, കോഗ്നിറ്റീവ് ആസ്പെക്ട്സിനും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനും ചേഞ്ച് വരുത്താനും മാറ്റം വരുത്താനും കഴിയുന്നതാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് റാഡിക്കൽ ബിഹേവിയറിസം എന്നുള്ള സംഭവം. പക്ഷെ നമ്മൾ ഇത്രയും കാലം പഠിച്ചത് എന്താ? ബിഹേവിയറിനെ മാത്രമേ ഫോക്കസ് ചെയ്യും, അവിടെ കോഗ്നിഷനും തോട്ടിനും റോളിലാണെന്നാണ്. അത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയോടത്തുള്ള പ്രശ്നമാണ്. അത് നമ്മൾ പഠിച്ചു വന്നോടത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഓരോന്നിനുള്ളതാണെന്ന് ചിന്തിക്കുന്നുണ്ട് പലപ്പോഴും. അപ്പം റാഡിക്കൽ ബിഹേവിയറിസം വന്നപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടിനും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷെ മൂപ്പര് അതിനെ കവേർട്ട് ആക്ഷൻസ് എന്നൊക്കെയാണ് പറയുക. അഥവാ നമ്മുടെ ഉള്ളിലുള്ള കവേർട്ട് ബിഹേവിയേഴ്സ് എന്നൊക്കെയാണ് മൂപ്പര് അതിനെ വിളിച്ചിട്ടുള്ളത്. അതിനെ ഒരിക്കലും കോഗ്നിറ്റീവ് ആസ്പെക്ട് ആയിട്ട് മൂപ്പര് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഇന്റേണൽ ബിഹേവിയേഴ്സ് ആയിട്ടാണ് മൂപ്പര് അതിനെ ചിന്തയെയും ഇമോഷൻസിനെയൊക്കെ പറയുന്നത്. എനിവേ ഇതൊരു ആക്ച്വലി എന്താണ്? ഒരു ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഒരു എക്ലറ്റിക് ആസ്പെക്ട്സിലേക്ക് നമുക്ക് പിന്നീട് കണക്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു ആസ്പെക്ട് ആണ്. കാരണം ഏറ്റവും കൂടുതൽ ഈ ഒരു ഇന്റഗ്രേറ്റീവ് ആസ്പെക്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു ബിഹേവിയറൽ പ്രിൻസിപ്പിൾസ് ആണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ വരാം. പിന്നെ ഹ്യൂമനിസം ആരാണ് പ്രപ്പോസ് ചെയ്തത്? ഹ്യൂമനിസം പ്രപ്പോസ് ചെയ്തത് കാൾ റോജേഴ്സ് ആണ് അല്ലെ? കാൾ റോജേഴ്സ് ഏകദേശം ഇദ്ദേഹം ഹ്യൂമനിസ്റ്റ് ആവാനുള്ള ഒരു കഥ നിങ്ങൾക്കറിയാം? നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ പറ. സാർ ഇപ്പം പറഞ്ഞ ലാസ്റ്റ് ഇപ്പം അതായത് ബിഹേവിയറിസം കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ടോപ്പിക് പറയാൻ വന്നപ്പോ ജസ്റ്റ് ഒന്ന് കട്ടായിരുന്നു സാർ. എന്താ പറയാൻ വന്നതെന്ന് കേട്ടില്ല. എന്ത് ടോപ്പിക് ആണെന്നുള്ളത്? ബിഹേവിയറിസം കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് സാർ ഇപ്പം എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? അത് കേട്ടില്ല. ഓക്കെ ഫൈൻ. ബിഹേവിയറിസം കഴിഞ്ഞ് നമ്മൾ സൈക്കോ അനാലിസിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. സൈക്കോ അനാലിസിസിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ പിന്നീട് വീണ്ടും ഡിസോർഡേഴ്സ് പറയാം. ഡിസോർഡേഴ്സിലൊക്കെ ഞാൻ മുഴുവൻ ക്ലാസ് എടുക്കാൻ പോകുന്നല്ല കേട്ടോ. എക്ലറ്റിസം എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പറയാണ്. ഹ്യൂമനിസം ആണ് ഇനി പറയാൻ പോകുന്ന ഒരു സാധനം. ഹ്യൂമനിസം കാൾ റോജേഴ്സ് അല്ലേ പ്രപ്പോസ് ചെയ്തത് അല്ലേ? കാൾ റോജേഴ്സ് ഹ്യൂമനിസം പ്രപ്പോസ് ചെയ്യാനുള്ള റീസൺ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നാണ് ഹ്യൂമനിസം ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു സൈക്കോളജി സ്റ്റുഡന്റ് ആയിട്ട് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഹാബിറ്റ് എന്താണെന്നറിയോ? നിങ്ങൾ ഇവരുടെ ബുക്സ് വായിക്കണം. ഇനി ഒരിക്കലും ബാരൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു കാൾസൺ ആൻഡ് ബുച്ചർ ഈ രീതിയിൽ മാത്രം വായിച്ചു പോകരുത്. ബെക്കാണ് ഡിപ്രഷനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. ബെക്കിന്റെ ഡിപ്രഷനെ കുറിച്ചുള്ള ബുക്സ് ഉണ്ട്. അതേപോലെ തന്നെ ഹ്യൂമനിസത്തിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റും അത് കണ്ടുപിടിച്ച ആളാണ്, അല്ലാതെ അതിനെ കുറിച്ച് പിന്നീട് അഭിപ്രായം പറഞ്ഞ ആളുകളല്ല. അപ്പം ഓൺ ബിക്കമിങ് ഓഫ് എ മാൻ എന്ന് പറയുന്ന കാൾ റോജേഴ്സിന്റെ ബുക്ക് ഉണ്ട്. അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കി ഹ്യൂമനിസത്തിന്റെ ഡെവലപ്മെന്റും അതിന്റെ ഒരു ബേസിക് ആസ്പെക്ട്. ഇദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണം ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു പ്രീസ്റ്റ് ആയിരുന്നു, ഒരു പാതിരിയായിരുന്നു അല്ലെങ്കിൽ പ്രീസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം എന്തായിരുന്നു എന്നറിയോ? ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെ ശൈത്താൻ അല്ലെങ്കിൽ പിശാചിന്റെ ബാധയുള്ളവർ അല്ലെങ്കിൽ പിശാചിനാൽ തെറ്റ് ചെയ്യുന്നവരാണ്. മനുഷ്യന്മാര് ബേസിക്കലി തെറ്റാണ് ചെയ്യുക. അച്ഛന്റെ വിശ്വാസമാണ്, കാൾ റോജേഴ്സിന്റെ അല്ല, അദ്ദേഹത്തിന്റെ ഫാദറിന്റെ വിശ്വാസമായിരുന്നു. മനുഷ്യന്മാര് ബേസിക്കലി തെറ്റുകാരാണ്, പാപം ചെയ്യുന്നവരാണ്.
അവര് നല്ലത് ചെയ്യുകയാണെങ്കിൽ, ഇൻ കേസ് ഒരു മനുഷ്യൻ നല്ലത് ചെയ്യുകയാണെങ്കിൽ അത് അയാൾ ചെയ്തതല്ല, അത് ദൈവം അവരിൽ ചെയ്തതാണ്. ഈ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. അഥവാ ഞാൻ ബേസിക്കലി നല്ലതല്ല, പക്ഷെ ഞാൻ ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ അത് ഞാനല്ല ചെയ്തത്, അത് ദൈവമാണ് ചെയ്തത്. അപ്പം ദൈവികത എന്ന് പറയുന്ന സാധനം എല്ലാവരിലും ഉണ്ടാവില്ല. എല്ലാവരിലും ഏറ്റവും കൂടുതലുള്ളത് പാപവും പാപികളുമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ പാപത്തിലേക്ക് നയിക്കും എന്നൊക്കെ ഒരു വിശ്വാസമുള്ള മനുഷ്യനായിരുന്നു ഇദ്ദേഹത്തിന്റെ ഫാദർ. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ കുട്ടികള് മറ്റുള്ളവരോട് കൂട്ടുകൂടിയിട്ട് നശിച്ചു പോരുതെന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ കൂടി കൊണ്ടുപോയിട്ട് ഒരു ഐലൻഡിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ഫാം ഒക്കെ ആയിട്ട് ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മനുഷ്യന്മാരായിട്ടും വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതെയാണ് കാൾ റോജേഴ്സിനെയും സിബ്ലിങ്സിനെയൊക്കെ ഇദ്ദേഹം വളർത്തുന്നത്, അവരുടെ ഫാദർ വളർത്തുന്നത്. അപ്പം അങ്ങനെ ഒരു വിശ്വാസം ആണ് ഇദ്ദേഹം കേട്ടു വളർന്നിട്ടുള്ളത്. പക്ഷെ കാൾ റോജേഴ്സ് ഒരിക്കലും എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഫാമില് ഉരുളക്കിഴങ്ങ് നട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു ചെടിച്ചട്ടിയിലും നട്ടു, അതേപോലെ തന്നെ ഓപ്പൺ സ്പേസിലും നട്ടു, ഓപ്പൺ മണ്ണിലും നട്ടു. ചെടിച്ചട്ടിയിൽ നട്ട ഒരു ഉരുളക്കിഴങ്ങും പുറത്ത് നട്ട ഉരുളക്കിഴങ്ങും, ഈ രണ്ട് സംഭവവും ഇദ്ദേഹം ഒരേ സമയത്ത് വീക്ഷിച്ച സമയത്ത് ചെടിച്ചട്ടിയിൽ നട്ട ഉരുളക്കിഴങ്ങ് എപ്പോഴും ചെറുതായിട്ട് ഒന്നും അധികം പുഷ്ടിക്കാതെ വലിപ്പമൊന്നും വെക്കാതെ അധികം വിളവൊന്നും ഇല്ലാതെ തന്നെ വന്നു. പക്ഷെ ഓപ്പൺ ഫീൽഡിൽ നട്ട സ്ഥലത്ത് നട്ട ഉരുളക്കിഴങ്ങ് തഴച്ച് വളർന്ന് വലുതായിക്കൊണ്ടേയിരുന്നു. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്, നിങ്ങൾ ആലോചിച്ച ഒരു ഉരുളക്കിഴങ്ങ് നട്ടതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഹ്യൂമനിസം എന്ന് പറയുന്ന ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സൈക്കോളജിയിൽ ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് വന്നത്. നമ്മൾ എത്ര ഉരുളക്കിഴങ്ങ് വെട്ടി വിഴുങ്ങുന്നുണ്ട്, നമ്മൾ എത്ര ചെടി നടുന്നുണ്ട്, നമ്മൾ എത്ര കുളിക്കുന്നുണ്ട്, എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വരലുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. എനിവേ ഈ ഒരു സംഭവത്തിന് അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരാളുടെ ഫ്രീഡം, ആ ഉരുളക്കിഴങ്ങിന്റെ ചുറ്റും ഒരു ചെടിച്ചട്ടി ഉള്ളത് കൊണ്ട് അയാളുടെ ഫ്രീഡത്തിനെ, അയാളുടെ ഫ്രീ വില്ലിനെ, വളരാനുള്ള സാധ്യതയെ തടഞ്ഞു വെച്ച സമയത്ത്, എൻവയോൺമെന്റ് തടഞ്ഞു വെച്ച സമയത്ത് ആ ഉരുളക്കിഴങ്ങിന് ആവാൻ മാത്രം പൊട്ടൻഷ്യൽ അഥവാ മറ്റു പുറത്ത് ഓപ്പൺ ഫീൽഡിൽ നട്ട ഉരുളക്കിഴങ്ങിനേക്കാൾ പൊട്ടൻഷ്യൽ, അതേ പൊട്ടൻഷ്യൽ ഈ ഉരുളക്കിഴങ്ങിന് ഉണ്ടായിട്ട് പോലും എത്താൻ കഴിയുന്നിടത്ത് എത്തിയിട്ടില്ല. അത് എന്നും ശുഷ്കിച്ചു തന്നെയായിരുന്നു. പക്ഷെ ഒരു തടസ്സവും ഇല്ലാതെ ഓപ്പൺ ഫീൽഡിൽ എല്ലാം കൊടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് വളർന്ന് ഒരുപാട് വിളവൊക്കെ വന്നു. അപ്പൊ ഈ ഒരു ഡിഫറൻസ് എന്നാണ് അദ്ദേഹത്തിന് ഹ്യൂമനിസം എന്ന് പറയുന്ന തോട്ട് വരുന്നത്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ആസ്പെക്ട്. അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് അച്ഛൻ അദ്ദേഹത്തിനെ സെമിനാരിയിൽ കൊണ്ടാക്കുന്നുണ്ട്. സെമിനാരിയിൽ എല്ലാവരും ഇതേ വിശ്വാസം അല്ലെങ്കിൽ ഈ മതവിശ്വാസങ്ങളും അവിടെ പഠിപ്പിക്കുന്ന അതേപോലെ പഠിച്ച സമയത്ത് ഇദ്ദേഹം അതിന് നേരെ ഓപ്പോസിറ്റാണ് പഠിച്ചത്. അഥവാ ഈ മതവും കാര്യങ്ങളും ഒന്നുമല്ല ശരി, പകരം എന്താണ് മനുഷ്യന് ഏറ്റവും നന്നായിട്ട് വേണ്ടത് എന്താണ്? ഫ്രീ വില്ലാണ്. ആ ഫ്രീ വില്ലിന് തടസ്സം വരാത്ത രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. അല്ലെ, റിയൽ സെൽഫും ഐഡിയൽ സെൽഫും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ആയിത്തീരണം എന്നിരിക്കുന്ന ഈ ഒരു ഐഡിയൽ സെൽഫിലേക്ക് റിയൽ സെൽഫ് എത്തണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ യാഥാർത്ഥ്യം അങ്ങോട്ട് അത് രണ്ടും തമ്മിൽ എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത എൻവയോൺമെന്റ് ഉണ്ടായാൽ മതി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം എന്താണ്? ഒരാൾക്കൊരു വിഷമവും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ അയാളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അയാളുടെ മാനസിക രോഗത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അയാളുടെ ഡിപ്രഷനിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അയാൾക്ക് എന്തുണ്ടാകും? എന്ത് കൊടുത്താൽ മതി? ഒരു അൺകണ്ടീഷണൽ സപ്പോർട്ടും ഒരു ഓപ്പൺ എൻവയോൺമെന്റും ഒരു ഫ്രീ വില്ലിനെ കൊണ്ടുവരാനുള്ള ഒരു ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അയാളുടെ മാനസിക രോഗത്തിൽ നിന്ന് പുറത്തു വരുമെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് കാൾ റോജേഴ്സ്. ഇദ്ദേഹത്തിന്റെ ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, എമ്പതി, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്, കോൺഗ്രുവൻസ്, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. അപ്പോ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു അറിയോ? ഇദ്ദേഹം എല്ലാ പ്രശ്നങ്ങളെയും കേൾക്കുക ചെയ്തിരുന്നത്. കേട്ട് 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 ആക്റ്റീവ് ലിസണിങ് നടത്തിയിട്ടാണ് അദ്ദേഹം ഒരു പ്രശ്നത്തിനെ അവരുടെ ഉള്ളിൽ തന്നെയുള്ള സൊല്യൂഷനെ പുറത്തു കൊണ്ടുവന്നിട്ടായിരുന്നു മാനസിക രോഗങ്ങളെയൊക്കെ ഇദ്ദേഹം ഡീൽ ചെയ്തിരുന്നത്. മൂപ്പര് ആ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്തു പോകും. പിന്നീട് കോഗ്നിറ്റീവ് ആസ്പെക്ട് വരാനുള്ള ഒരു കാരണം എന്താണ്? കുറെ ടെക്നിക്സും കമ്പ്യൂട്ടറൈസ്ഡ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ചിന്തിക്കുമ്പോൾ, ഇമോഷൻസ് വരുമ്പോൾ, ബിഹേവിയേഴ്സ് വരുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ എന്താണ് നടക്കണേ, ഇന്റേണൽ ആയിട്ട് എന്താണ് നടക്കണേ, പ്രത്യേകിച്ച് നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിൽ കോഗ്നിറ്റീവ് ആസ്പെക്ട് ചെയ്യുന്ന പ്രീഫ്രണ്ടൽ കോർട്ടക്സിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് ചിന്ത, എന്തൊക്കെയാണ് സ്കീമ, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് അസിമുലേറ്റ് ചെയ്തിട്ടുള്ളത്, അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ
നമ്മുടെ തലയുടെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളെ കുറിച്ചായി ഡിസ്കഷൻ അല്ലേ. ബെക്കാണ് കോഗ്നേറ്റീവ് തിയറിസ്റ്റും കോഗ്നേറ്റീവ് തെറാപ്പി കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് ആരോൺ ടി ബെക്ക് എന്ന് പറയുന്നത് അല്ലെ. ഇദ്ദേഹം പറയുന്നത് എന്താണ്, നമ്മുടെ സ്കീമയിലുള്ള കണ്ടന്റ് ഉണ്ട്. സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിനെ കുറിച്ച്, നമ്മുടെ ലോകമാണ് സ്കീമ. നമ്മുടെ ലോകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നിങ്ങൾ എന്നെ ഇന്ന് പരിചയപ്പെടുന്നവരുണ്ടാവും. നിങ്ങൾക്ക് എന്നെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും, ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും. നാളെ വേറൊരാൾ നിങ്ങളെ കുറിച്ച് ഒരു പുതിയ കാര്യം, അച്ചങ്ങായി വെറും തള്ളാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനങ്ങളോട് എന്നെ കുറിച്ച് പറയുകയാണെന്ന് വിചാരിക്കും. അപ്പം നിങ്ങൾ എന്നെ കുറിച്ച് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട്. ആ പിക്ചറിലേക്ക് പുതിയൊരു സാധനം കൂടി വരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്നോടുള്ള ആറ്റിറ്റ്യൂഡും ബിഹേവിയറും നിങ്ങൾ പിന്നീട് എന്നെ കാണുന്ന സമയത്ത് മാറിയേക്കാം. ഇതിനാണ് അസിമിലേഷൻ അക്കോമഡേഷൻ എന്ന് പറയുക അല്ലെ. പുതിയൊരു ഇൻഫർമേഷൻ എടുക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ പുതിയ ഇൻഫർമേഷൻ എടുത്തിട്ടും അസിമിലേറ്റ് ചെയ്തിട്ടും അക്കോമഡേറ്റ് ചെയ്തിട്ടും നമ്മൾ നമ്മുടെ ലോകത്തിനെ കുറിച്ചും എന്നെ കുറിച്ചും ചുറ്റുപാടിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും നമ്മളൊരു ടോട്ടൽ ഐഡിയ, ഒരു ഡാറ്റ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടറിൽ ഡാറ്റ ഉള്ളതുപോലെ. എന്നിട്ട് നമ്മൾ പുതിയൊരു കാര്യം ഇങ്ങനെ കാണുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി തലയിലുള്ള ഡാറ്റയുമായിട്ട് തട്ടിച്ചു നോക്കിയിട്ടാണ് അതിനെ നമ്മൾ പെർസീവ് ചെയ്യുക, നമ്മൾ അതിനെ മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് സ്ഥിരമായിട്ട് നെഗറ്റീവ് എക്സ്പീരിയൻസസ് മാത്രമാണ് ഉണ്ടാവുന്നത്. അയാൾ അസിമിലേറ്റ് ചെയ്യുന്നതും അക്കോമഡേറ്റ് ചെയ്യുന്നതും എന്താണ്, നെഗറ്റീവ് എക്സ്പീരിയൻസസ് മാത്രമാണ്. അപ്പൊ അയാളുടെ സ്കീമയിൽ 3 കമ്പണന്റ് ഉണ്ടാവും. ഒന്ന് നെഗറ്റീവ് വ്യൂ അബൌട്ട് വേൾഡ്. അയാളുടെ വേൾഡിനെ കുറിച്ചുള്ള സ്കീം എന്താണ്, നെഗറ്റീവ് വ്യൂ മാത്രമാണ് ഉള്ളത്. നെഗറ്റീവ് വ്യൂ അബൌട്ട് സെൽഫ്, എന്നെ കുറിച്ചും എന്നെ ഒന്നിനും പറ്റില്ല എന്നുള്ള, അല്ലെങ്കിൽ എന്നെ കുറിച്ചും ഒരു നെഗറ്റീവ് വ്യൂ മാത്രമാണുള്ളത്. കാരണം എനിക്ക് റിപ്പീറ്റഡ് ആയിട്ട് പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. അത് എന്റെ കഴിവില്ലായ്മയാണ്, എന്നെ ഒന്നിനും പറ്റായിട്ടാണ്. നെഗറ്റീവ് വ്യൂ അബൌട്ട് സെൽഫ്. നെഗറ്റീവ് വ്യൂ അബൌട്ട് ഫ്യൂച്ചർ, അഥവാ ഈ സംഭവമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത്രയും കാലം ഞാൻ ജീവിച്ചത്, അപ്പൊ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്റെ ഭാവിയും, അതും ദുരന്തമായിരിക്കും എന്നുള്ളതായിരിക്കും. ഇങ്ങനെ ഈ 3 ഇതിനെയാണ് കോഗ്നിറ്റീവ് ട്രയാഡ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നെഗറ്റീവ് വ്യൂ അബൌട്ട് സെൽഫ്, വേൾഡ്, ഫ്യൂച്ചർ. ഇത് 3 ഉള്ള ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് അയാൾക്ക് 3 കാര്യങ്ങൾ ഉണ്ടാവും. 3 പാറ്റേണിലുള്ള ചിന്തകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ്. ഒന്ന് ഹെൽപ്ലെസ്നെസ് ആണ്. ഹെൽപ്ലെസ്നെസ് എന്താണ്, നെഗറ്റീവ് വ്യൂ അബൌട്ട് വേൾഡ് ആണ്. എന്റെ ചുറ്റുമുള്ള ലോകവും എന്റെ നാട്ടുകാരും വീട്ടുകാരും ഫാമിലിയും ഇതൊക്കെയാണല്ലോ വേൾഡ്, അയാളുടെ വേൾഡ്, അയാളുടെ ലോകം. അതൊക്കെ നെഗറ്റീവ് വ്യൂ ആയതുകൊണ്ട് ഇവരൊന്നും എന്നെ മനസ്സിലാക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് പറ്റിയ ലോകമല്ല ഇത് എന്നുള്ള വിശ്വാസമാണ് ഒരാൾക്ക് എന്തുണ്ടാക്കണേ, ഹെൽപ്ലെസ്നെസ് ഉണ്ടാക്കണേ. പിന്നെ അയാൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം ഹോപ്പ്ലെസ്നെസ് ആണ്. നെഗറ്റീവ് വ്യൂ അബൌട്ട് ഫ്യൂച്ചർ സ്കീമയിലുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട്, ഒരു വലിയൊരു പ്രശ്നം വരുമ്പോൾ ഈ പ്രശ്നം കൂടി സംഭവിച്ച സ്ഥിതിക്ക് അതൊരു തേപ്പ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഒരു വ്യക്തി കൂടി തന്റെ ലൈഫിൽ നിന്ന് തന്നെ ഒഴിവാക്കി പോയ സ്ഥിതിക്ക് ഈ സിറ്റുവേഷൻ ഇനി എന്റെ ലൈഫിൽ മാറാൻ പോകുന്നില്ല, ഞാൻ ഇങ്ങനെ ആയിരിക്കെ, എന്റെ ലോകം ഇങ്ങനെ ആയിരിക്കെ, എന്റെ എന്നുള്ള സാധനം ഹോപ്പ്ലെസ്നെസ്. വർത്ത്ലെസ്നെസ്, നെഗറ്റീവ് വ്യൂ അബൌട്ട് സെൽഫ്, എന്നെ കുറിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ. ഇതൊക്കെ സംഭവിക്കുന്ന എന്നെ ഒന്നിനും പറ്റായിട്ടാണ്, ബാക്കിയുള്ളവരൊക്കെ നല്ല ഉഷാറായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ അല്ലാണ്ട് എന്നെ ഒന്നിനും പറ്റായിട്ടാണ്. ഈ ഹോപ്പ്ലെസ്നെസ്സും വർത്ത്ലെസ്നെസ്സും ഹെൽപ്ലെസ്നെസ്സും ഉണ്ടെങ്കിൽ അത് എന്തായി, അയാൾ ഡിപ്രസ്ഡ് ആണെന്നാണ് അർത്ഥം. ഇത് 3ന്റെ കൂടെ സൂയിസൈഡൽ ഐഡിയ, അതാണ് ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഞാൻ മതി പണ്ടാരം ഈ ജീവിതം എനിക്ക് വേണ്ട തീരുമാനിക്കുന്നുണ്ടെന്നൊക്കെ അയാൾ സിവിയർലി ഡിപ്രസ്ഡ് ആണ്, അയാൾക്ക് സൂയിസൈഡൽ ഐഡിയാസ് കൂടി വന്നു എന്നാണ് അർത്ഥം. അപ്പം ഇങ്ങനെയാണ് ബെക്ക് ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ എന്താണ്, നമ്മുടെ തലയിൽ ഓൾറെഡി നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ നേച്ചറും അതിനനുസരിച്ചുമാണ് ഡിപ്രഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ബിഹേവിയറിസത്തിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഫോബിയ പോലെയുള്ള ഡിസോർഡേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓപ്പണിംഗ് കണ്ടീഷനിങ് വരുമ്പോൾ എന്താണ്, ഏതൊരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറും വേണ്ടാത്ത ബിഹേവിയർ മാറ്റാനും ചേഞ്ച് വരുത്താനൊക്കെ റീഇൻഫോഴ്സ്മെന്റിനൊക്കെ പറ്റും. കൂടെ നമ്മുടെ ആറ്റിറ്റ്യൂഡും ഇമോഷൻസും ബിഹേവിയറും ഒക്കെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അവിടെ എത്തിയത്. സൈക്കോ അനാലിസിസ് എന്താണ്, നമ്മുടെ ഇപ്പൊ സൈക്കോ അനാലിസിസ് ഇപ്പം ഫിക്സേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആൻസൈറ്റിക്ക് കാരണമൊക്കെ ഈ പഴയ കോൺഫ്ലിക്ട്സും കാര്യങ്ങളൊക്കെ ആണെന്നുള്ളതാണ് സൈക്കോ അനാലിസിസ് പറഞ്ഞത്. ഹ്യൂമനിസ്റ്റിക് ബിഹേവിയറിലേക്ക് ഇതിലേക്ക് എത്തിയപ്പോൾ എന്താണ്, എന്റെ തടസ്സങ്ങള്, ഫ്രീ വില്ലിനുള്ള തടസ്സങ്ങള്, ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിലുള്ള അന്തരം, ഇതൊക്കെയാണ് മാനസിക രോഗങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണം. അത് തീർത്താൽ പ്രശ്നങ്ങൾ മാറി.
കോഗ്നേറ്റീവിലേക്ക് എത്തിയപ്പോ എന്തായി? ഞാൻ എന്റെ കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തുള്ള ലോകത്തിനെ കുറിച്ചുള്ള വ്യൂ, എന്നെ കുറിച്ചുള്ള വ്യൂ, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നേച്ചർ അനുസരിച്ചും അതിന്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്താണ് അതിന്റെ നേച്ചർ, അതിനനുസരിച്ചായിരിക്കും എനിക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, മറ്റുള്ള രോഗങ്ങൾ. അത് പിന്നെ സ്കീസോഫ്രീനിയ ആണെന്നുണ്ടെങ്കിലും കോഗ്നിഷനിലും പെർസെപ്ഷനിലും വരുന്ന ഡിഫറൻസസും അല്ലെങ്കിൽ മിസ്റ്റേക്സും ഒക്കെ ആണെന്നുള്ളതൊക്കെയാണ് കോഗ്നേറ്റീവ് ആസ്പെക്ട്സ് പറയുന്നത്. പിന്നീട് തന്നെ ഗസ്റ്റാൾട്ട് എന്ന് പറയുന്ന ഒന്നുകൂടി ഫിലോസഫിക്കൽ ആണ്. അഥവാ കോഗ്നേറ്റീവ് എന്താണ്? പഴയ കാലത്തേക്ക്, പഴയ ഡാറ്റയിലേക്ക് പോയി. ഹ്യൂമനിസം എന്താണ്? റിയൽ സെൽഫ് എന്ന ഐഡിയൽ സെൽഫിലേക്ക് പോകും. അതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഓറിയന്റഡ് സാധനം കൂടിയാണ്. ബിഹേവിയറിസം എന്താണ്? കംപ്ലീറ്റ്ലി സയന്റിഫിക് ആണ്. അവിടെയാണ് ഗസ്റ്റാൾട്ട് വരുന്നത്. ഗസ്റ്റാൾട്ട് എന്താണ്? പാസ്റ്റിനും ഫ്യൂച്ചറിനും ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ല, ഹിയർ ആൻഡ് നൗ, ഈ പ്രസന്റിൽ എന്താണോ സംഭവിക്കുന്നത് അതാണ് നമ്മുടെ റിയാലിറ്റി. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതിനെ നമ്മൾ വേണ്ട രീതിയിൽ പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ, വേണ്ട രീതിയിൽ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാനസിക രോഗങ്ങളിൽ നിന്ന് പുറത്തു വരും എന്നൊക്കെയാണ് ഒരു ഗസ്റ്റാൾട്ട്. ഒരു ഫിലോസഫിക്കലാണ്. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് മനുഷ്യന്റെ മതം എന്ന് പറയുന്നത്. മതത്തിന് എതിർത്തല്ലട്ടോ ഞാൻ പറയുന്നത്, ഞാനൊരു മതവിശ്വാസിയാണ്. പക്ഷെ മനുഷ്യനെ മുന്നോട്ട് പോകാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മതം എന്ന് പറയുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നല്ല മതവിശ്വാസിയാണെന്ന് വിചാരിക്കുക, എനിക്കൊരു വലിയൊരു ഹാർഡ്ഷിപ്പ് വന്നു, ഒരു വലിയ ബുദ്ധിമുട്ട് വന്നു. അപ്പം മതം ഇല്ലാത്ത എന്ന ഒരാളാണ് ഞാൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കഴിവില്ലായ്മയിൽ ഞാൻ ഫോക്കസ് ചെയ്യും. പക്ഷെ മതവിശ്വാസമല്ല, ഞാൻ എനിക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എനിക്ക് തന്ന ശിക്ഷയായിട്ട് അതിനെ കാണും. അഥവാ ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കൊക്കെ എനിക്ക് ദൈവം തന്ന ശിക്ഷയായിട്ട് ഞാൻ കാണും. അപ്പോ ദൈവം തന്ന ശിക്ഷയാണ്. അപ്പൊ അതിന് പുറത്തിറക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്റെ തെറ്റുകൾ തിരുത്തിയിട്ട് ദൈവത്തിനെ പ്ലീസ് ചെയ്യണം. അങ്ങനെ കുറെ സംഭവങ്ങളും കൂടി സപ്പോർട്ടിന് വരും മതം എന്ന് പറയുന്ന സംഭവമൊക്കെ വരുമ്പോൾ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരാളുടെ മാനസിക വിഷമ, ഡിപ്രഷനോ ബുദ്ധിമുട്ടെന്നോ ഒക്കെ പുറത്തു കൊണ്ടുവരാൻ മതപരമായിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള, മതപരം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മതവും സ്പിരിച്വലും വ്യത്യാസം ഉണ്ട് അല്ലെ. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒരാളുടെ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ബീങ്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ബീങ്, അല്ലെങ്കിൽ ഒരു ഗോഡ്, ഒരു ട്രാൻസെൻഡൻസ്, ഇങ്ങനത്തെ ഒരു ആസ്പെക്റ്റിൽ നിന്ന് നമ്മൾക്കൊരു സപ്പോർട്ട് കൂടി കിട്ടിയാൽ, അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് നമുക്ക് വിശ്വാസം വെക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് പലതിലും പാപമോചനം നേടാൻ കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങൾ യൂസ് ചെയ്തുകൊണ്ട്, മതത്തിന്റെ വിശ്വാസത്തിനെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനെ ഹാർഡ്ഷിപ്പിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആ ഒരു സംഭവങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഒരു എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്നത്. ഹിയർ ആൻഡ് നൗ ജീവിക്കുക, നമ്മൾ ജീവിച്ചതിന് അർത്ഥം കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ്. അത് പലപ്പോഴും ഒരു സ്പിരിച്വൽ ആസ്പെക്ട്സിലേക്കൊക്കെയാണ്, എക്സിസ്റ്റൻഷ്യലിസത്തിലേക്കൊക്കെ പോവുക. അപ്പം ഈ പറയുന്ന സംഭവങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട്. എന്തിന്റെ? ഇപ്പൊ നടക്കുന്ന തെറാപ്യൂട്ടിക് അപ്രോച്ചസിന്റെ ഒക്കെ തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട്. വേറെ കുറെ തിയറീസ് ഉണ്ട്. അറ്റാച്ച്മെന്റ് തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പി ഉണ്ട്. അതിന് പിന്നിലെ തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്ത്? അറ്റാച്ച്മെന്റ് തിയറി എന്ന് പറയുന്നത്. ഒരു കോഗ്നിറ്റീവ് തിയറീസിലൊക്കെ നമ്മൾ പറയുന്ന ഒരു തിയറിയാണ് അറ്റാച്ച്മെന്റ് തിയറി അല്ലെ. അങ്ങനെ എല്ലാ തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മിക്കവാറും എല്ലാ തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു തെറാപ്പിയൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. എനിവേ, ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒരിക്കലും കാസർഗോഡ് നിന്ന് ഒരു ക്ലയന്റ് എന്നെ കാണാൻ വന്നത് എന്തിനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പ്രശ്നം, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനെ ഒഴിവാക്കി പോയിട്ടുണ്ട്. എന്താ സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 വർഷമായിരുന്നു ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. ആദ്യത്തെ ഒരു കൊല്ലം അയാൾ ഗൾഫിലാണ്. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് പോയി. ആദ്യത്തെ ഒരു കൊല്ലം ഇവർ ഭയങ്കര സ്നേഹത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദിവസവും വിളിക്കണം, വിളിച്ചിട്ട് ഫോൺ കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതിനിടയിൽ അവൾക്ക് കാറൊക്കെ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെ നല്ല സ്നേഹത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഈ കുട്ടി യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഇയാൾ ഗൾഫിലാണ്, ഇയാൾ വിളിച്ചാൽ ഫോൺ അടിക്കില്ല, മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല, യാതൊരു റെസ്പോൺസും ഇല്ല. അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാള് കുറെ വീട്ടിൽ വിളിച്ചു നോക്കി, വീട്ടുകാരും വലിയ റെസ്പോൺസ്, അവളുടെ വീട്ടുകാരും ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഇയാൾക്ക് എന്തോ മനസ്സിലായി. അവളുടെ സുഹൃത്തിനോടും കാര്യങ്ങളോടൊക്കെ സംസാരിച്ച് ഇയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അയാൾ തിരിച്ചു വന്നു, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നത് എന്താ സംഭവിച്ചെന്ന് അറിയണമല്ലോ. അങ്ങനെ ആ വിഷമത്തിൽ ഡിപ്രസ്ഡ് ആയിട്ട് അയാൾ തിരിച്ചു വന്നിട്ട് ഇവളെ കാണാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വട്ടം അവളുടെ വീടിന്റെ മുന്നിലൊക്കെ പോയി നിൽക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എങ്ങനെയും ഈ കുട്ടിയുടെ വീട്ടുകാരും ഇയാളെ അടുപ്പിക്കുന്നില്ല. ആകെ പ്രശ്നമായി. പള്ളി കമ്മിറ്റിക്കാരും ബാക്കിയുള്ളവരൊക്കെ ഇടപെട്ടു. പക്ഷെ കുട്ടിയുടെ കാര്യത്തിൽ
യാതൊരു മാറ്റവും വരുന്നില്ല. അങ്ങനെ ഒരു കൊല്ലത്തോളം ഇദ്ദേഹം ഈ ഒരു ഡിപ്രഷനിലും അവളെ മാറ്റാൻ, അവളെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. കാരണം അത്രയും സ്നേഹിച്ചിട്ടുണ്ട്. അപ്പൊ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഒരു രക്ഷയുമില്ലാതെ അയാൾക്ക് സൂയിസൈഡൽ ഐഡിയാസ് ഒക്കെ തോന്നി തുടങ്ങി. അങ്ങനെ ഒരു സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു? എൻ്റെ അടുത്ത് വന്നു. ഒരു 4 മണിക്കൂറോളം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം ആ 4 മണിക്കൂർ കൊണ്ട് ഒരുപാട് കാര്യങ്ങള്, വിഷമങ്ങള്, സങ്കടങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ഈ കഥ മൊത്തം എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണെന്നറിയോ? അദ്ദേഹം മാത്രമേ വന്നിട്ടുള്ളൂ, കുട്ടി വന്നിട്ടില്ല. അപ്പൊ എനിക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സൈഡ് ഞാൻ കേട്ടിട്ടില്ലല്ലോ, എനിക്കറിയില്ലല്ലോ. ഇദ്ദേഹം പറയുന്നത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അത് ശരിയായിരിക്കാം, അത് സത്യമായിരിക്കാം, അവർക്ക് പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു കേട്ടോ. അഥവാ അങ്ങനെ ചെയ്തപ്പോ എന്താണ്ടായേ, നിങ്ങൾ അവിടെ പോയി ഇപ്പൊ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്തത്, നിങ്ങൾ സംസാരിച്ചപ്പോ എങ്ങനെയാ റെസ്പോണ്ട് ചെയ്തത്, അങ്ങനെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ ആകെ ചെയ്തത് അദ്ദേഹത്തിന്റെ വിഷമത്തിന്, പെയിനിന് 4 മണിക്കൂറോളം ഒരു മടുപ്പും കാണിക്കാതെ അദ്ദേഹത്തിന്റെ വിഷമത്തിനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ട് തന്നെ, എംപതൈസ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് കേട്ടുകൊടുത്തു എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ എങ്ങനെയെങ്കിലും ഒന്ന് അവളെ എനിക്ക് തിരിച്ചു തരണം, എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അവള് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൽ യാതൊന്നും കമന്റ് ചെയ്യാൻ പറ്റില്ല. ഏതില്? ഈ പറയുന്ന കാര്യം തിരിച്ച് കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. കാരണം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സെക്കൻഡ് പാർട്ടിയെ കണ്ടിട്ടില്ല, അവരെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ശ്രമിക്കാം, എൻ്റെ ഒരു എക്സ്പെർട്ടൈസും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ ശ്രമിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്നേക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. എനിവേ നമുക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടിന്റെ, വിഷമത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കാം. പക്ഷെ എന്ത് വേണം? അവര് കൂടി വരണം എന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു, സാറ് വിളിക്കുവോ? സാറ് വിളിച്ചിട്ട് അവരെ വരാൻ പറയുമോ? അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് പറ്റില്ല, നമുക്ക് അങ്ങനെ വിളിച്ചിട്ട് വരാൻ പറയാൻ പറ്റില്ല, അത് എത്തിക്സിന് എതിരാണ്. നിങ്ങൾ പള്ളി കമ്മിറ്റിയോ അവർ പറഞ്ഞാൽ അനുസരിക്കുന്ന ഏതെങ്കിലും കാരണവരെയൊക്കെ കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇങ്ങോട്ട് എത്തിച്ചു കിട്ടിയാൽ ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും ഓക്കെ, അവര് അങ്ങനെയാണ് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറച്ചേരൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ അദ്ദേഹം പോയി. കോഴിക്കോട് നിന്ന് കാസർഗോഡേക്ക് 4 മണിക്കൂറുണ്ട്. ഈ 4 മണിക്കൂർ, 4-4.5 മണിക്കൂർ കഴിഞ്ഞപ്പോ വീണ്ടും അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, സാറേ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ്, ഞാൻ ഇവിടെ എത്തിയെന്ന് പറയാൻ വിളിച്ചതാണ്, കൂടെ ഒരു കാര്യം കൂടി പറയാൻ വിളിച്ചതാണ്. അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവളെ ഒഴിവാക്കി എന്ന് പറഞ്ഞു. ഞാൻ അവളെ അവളുടെ ജീവിതത്തിന്, അതിന്റെ ഒരു അയാൾ പറഞ്ഞ റീസണും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്നോട് പറഞ്ഞ ആളെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഞാൻ 1 കൊല്ലം കൊണ്ട് ശ്രമിച്ചിട്ടും നടക്കാത്തതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും അതിലൊന്നും ചെയ്യാൻ കഴിയും തോന്നുന്നില്ല. പിന്നെ സാറായിട്ട് സംസാരിച്ച ഒരുപാട് കാര്യങ്ങളിൽ, സാറ് ചോദിച്ച ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഇതുവരെ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇത്രയും നേരം ചിന്തിക്കുകയായിരുന്നു. ഒന്ന്, എന്റെ മനസ്സിൽ മാത്രമാണ് ആ സ്നേഹം കിടക്കുന്നത്, എന്റെ തലച്ചോറിൽ മാത്രമാണ്. ആ സ്നേഹം ഇല്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവളില് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും 1 കൊല്ലത്തോളം അങ്ങനെ എനിക്ക് സ്നേഹിച്ചിട്ടും അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനില്ല. അവൾ എന്റെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്, ഞാൻ മാത്രമാണ് മൂവ് ഓൺ ചെയ്യാതിരിക്കുന്നത്. അതിന്റെ റീസൺ പറഞ്ഞു, ആ റിലേഷൻഷിപ്പ് വീട്ടുകാർ സമ്മതിച്ചില്ല. ഈ കല്യാണം നടത്തി, പക്ഷെ ആ റിലേഷൻഷിപ്പ് അന്ന് ബ്രേക്ക് ആയിരുന്നു. പക്ഷെ ഗൾഫിലൊക്കെ പോയി അവർ ആ 1 കൊല്ലമൊക്കെ കഴിഞ്ഞതിന്റെ ഇടയിൽ ഈ FB വഴിയോ എങ്ങനെയോ ആ പഴയ ആളുമായിട്ട് വീണ്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ വീണ്ടും അവർ പ്രണയത്തിലേക്ക് കടന്നു. പക്ഷെ അയാൾ അപ്പോഴേക്കും വീട്ടുകാരെ സമ്മതിക്കാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു കല്യാണം കഴിഞ്ഞ ഒരു സമയത്തിന്റെ ഉള്ളിൽ തന്നെ ഇയാൾക്ക് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടി, ഇയാളൊന്ന് മെച്ചപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോ വീട്ടുകാർ കുറെ നിർബന്ധിച്ച് നടക്കില്ല എന്നുണ്ടപ്പോ അവളുടെ വീട്ടുകാരും ഇനി എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ അതിനെ വിടുകയാണ് ഉണ്ടായത്. അപ്പോ ഇയാൾ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പൊയ്ക്കോട്ടെ, അവരവരുടെ ജീവിതം ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു. ആ ഒരൊറ്റ കാര്യം എനിക്ക് ഉണ്ടാവാനുള്ളൊരു കാരണം, സാറ് ചോദിച്ച കുറെ ചോദ്യങ്ങൾ, നമ്മൾ സംസാരിച്ച കുറെ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് റിയാലിറ്റീസ് എനിക്ക് ഇപ്പം ബോധ്യമായി വരുന്നു. എന്റെ ആഗ്രഹമാണ് അവൾ തിരിച്ചു വരണം എന്നുള്ളത്. പക്ഷെ റിയാലിറ്റി എന്താണ്? അവൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് ചിന്തിച്ചത് കൊണ്ട് ഞാൻ ഒന്ന് വിഷമിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവളെ മനസ്സുകൊണ്ട് അവളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചു.
അദ്ദേഹത്തിന്റെ അടുത്ത ഒരു നിക്കാഹിനെ കല്യാണത്തിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. ഇവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം, ആ കുട്ടി നന്നായിട്ട് ജീവിക്കട്ടെ, ഇദ്ദേഹം നന്നായിട്ട് ജീവിക്കട്ടെ, അങ്ങനെയാണോ നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആഗ്രഹിക്കാൻ പാടുള്ളൂ. അൺകണ്ടീഷണൽ പോസിറ്റീവ് ഗാർഡാണ്, നമുക്കറിയില്ല എന്താണ് അവിടെ വ്യക്തമായിട്ട് നടക്കുന്നത്. പക്ഷേ രണ്ടാളും വെൽബീയിങ്, പ്രത്യേകിച്ച് നമ്മുടെ മുന്നിൽ വന്നൊരു ക്ലയന്റ്, അയാളുടെ വെൽബീയിങ് അയാൾ ചൂസ് ചെയ്തു, അയാള് ഹാപ്പിയാണ്. നമ്മൾ ചെയ്തത് എന്താണ്? കാൾ റോജേഴ്സ് പറഞ്ഞ അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. അയാൾ എവിടെ നിന്ന് വന്നതായിക്കോട്ടെ, എന്ത് ഡിഫറൻസ് ഉള്ളതായിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ടതായിക്കോട്ടെ, ഏത് നിറത്തിൽപ്പെട്ടതായിക്കോട്ടെ, ഒരു വേദനിക്കുന്ന, ഒരു വിഷമമുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു, നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. എന്നിൽ നിന്നും ഒട്ടും വ്യത്യസ്തനല്ലാത്ത ഒരു മനുഷ്യൻ, ജെനുവിൻ ആണ്. നമ്മൾ അയാളോട് കാണിക്കുന്ന റെസ്പോൺസ്, അയാളുടെ വിഷമത്തില്, അയാളുടെ പെയിനില് നമ്മൾ കൊടുത്ത റെസ്പോൺസ്, അത് ജെനുവിൻ ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. തിരിച്ച് യാതൊരു സൊല്യൂഷനും വേണ്ട. പിന്നെ എന്താണ് ആക്റ്റീവ് ലിസണിങ്? കാൾ റോജേഴ്സ് പറഞ്ഞ 4 കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആക്റ്റീവ് ലിസണിങ് എന്താണ്? 4 മണിക്കൂർ അദ്ദേഹം ഇരുന്നിട്ട് ഒരു നല്ല വലിയ മെച്ചോർഡ് ആയിട്ടുള്ള ആണൊരുത്തൻ എന്റെ മുന്നിൽ ഇരുന്ന് കരയായിരുന്നു ഒരുപാട് നേരം. ആ ഒരു ഇമോഷണൽ ആസ്പെക്ട്സിനെ മുഴുവൻ, ആ സങ്കടത്തിനെ മുഴുവൻ റിഫ്ലക്ട് ചെയ്തുകൊണ്ട്, ആ പെയിനിനെ മനസ്സിലാക്കിക്കൊണ്ട് 4 മണിക്കൂർ ഇരുന്ന് കേട്ടുകൊടുത്തു. പിന്നെന്താണ് ഈ ആക്റ്റീവ് ലിസണിങ്? എംപതൈസ് ചെയ്തു, അയാളെ നന്നായിട്ട് എംപതൈസ് ചെയ്തു. ഈ 4 കാര്യങ്ങൾ ചെയ്തത് കൊണ്ട്, അയാളുടെ വിഷമത്തിൽ ജെന്യുവിൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിച്ചത് കൊണ്ട്, അയാളുടെ വിഷമത്തിനെ ശരിക്കും ഇമോഷൻസിനാൽ എടുക്കാൻ കഴിയാതെ, നമ്മൾ ഇമോഷണൽ ആകുമ്പോൾ നമുക്ക് ലോജിക്ക് വർക്ക് ചെയ്യില്ല. ആരോടെങ്കിലും പറഞ്ഞ് ഇമോഷനെ നമ്മൾ റിഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സൊല്യൂഷൻ പുറത്തു വരിക. അതൊരു ഫിസിയോളജിക്കൽ ആസ്പെക്ട് ആണ്. പക്ഷെ കാൾ റോജേഴ്സ് പറഞ്ഞത് ഫിസിയോളജിക്കലി അല്ല, എങ്ങനെയാണ് നമ്മൾക്ക് ഇമോഷൻസിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ ഒരു തെറാപ്പിസ്റ്റ് സഹായിച്ചു കൊടുത്താൽ അയാളുടെ സൊല്യൂഷൻ അയാളുടെ ഉള്ളിൽ നിന്ന് വന്നു. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി എന്താണ്? പേഴ്സൺ സെന്റേർഡ് ആണ്. കാൾ റോജേഴ്സിന്റെ പേഴ്സൺ സെന്റേർഡ് തെറാപ്പിയാണ്. പക്ഷെ ഇത് എവിടെ വർക്ക് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു OCD കേസ് വന്നു. OCD കേസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ബുദ്ധിമുട്ട് 7 മണിക്കൂർ 8 മണിക്കൂറാണ് അവർ കുളിക്കുക. അല്ല, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് 8 മണിക്കൂർ ഒരു ബാത്റൂമിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കുളിക്കുക? അങ്ങനെ ദിവസം 2 നേരം കുളിക്കണം. ഈ കുളിക്കുന്ന ആൾക്ക്, ഞാൻ നേരത്തെ ഫോബിയ പറഞ്ഞതുപോലെ, ആ കുളിക്കുന്ന ആൾക്ക് നന്നായിട്ട് അറിയാം ഇത്ര നേരം ഒന്നും കുളിക്കേണ്ട ആവശ്യമില്ലെന്ന്. പക്ഷെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതൊരു ബിഹേവിയറൽ ആസ്പെക്ട് ആയിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കോഗ്നിറ്റീവ് ആസ്പെക്റ്റിൽ നിന്നുണ്ട് ഈ ഒബ്സഷൻ. ഇങ്ങനെ അഴുക്ക് പോയിട്ടില്ല എന്നുള്ള ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൈ കഴുകാൻ തുടങ്ങും. കൈ കഴുകുന്ന സമയത്ത് അവിടെ ഇവിടെയും തട്ടുമ്പോൾ വീണ്ടും കഴുകും. എന്റെ മുന്നിൽ വന്ന സമയത്ത് അവരുടെ കയ്യിലും മേലൊക്കെ ഇങ്ങനെ ചോര ഇങ്ങനെ കിനിയായിരുന്നു. കാരണം ഒരച്ചൊരച്ചൊരച്ച് സ്കിന്നൊന്നും ഇല്ല. അവർ മെഡിക്കേഷൻ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും കുറവൊന്നുമില്ല. അവിടെ പിന്നെ അയാളുടെ പെയിനും കാര്യങ്ങളും പ്രശ്നങ്ങളും, അയാള് 2 കൊല്ലമായിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ഈ വേദന അനുഭവിക്കുന്നുണ്ട്. ആ വേദന പറഞ്ഞു വരുന്ന സമയത്ത് നമുക്കൊക്കെ OCD എന്താന്ന് അത്യാവശ്യം പഠിച്ചവർക്കൊക്കെ അറിയാം. 20 hours തുടർച്ചയായിട്ട് ഓക്കെ. അതൊക്കെയാണ് OCDയുടെ സിവിയറിറ്റി എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് തലച്ചോറിൽ എന്തോ കോഗ്നിഷനിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല. അവർക്ക് അറിയാം ഇത്ര നേരം കുളിക്കണ്ടെന്ന്, പക്ഷെ അവർക്ക് സ്റ്റിൽ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഞാൻ ചെയ്യേണ്ടത് ബിഹേവിയറൽ തെറാപ്പിയാണ്, എക്സ്പോഷർ തെറാപ്പി. OCDയുടെ ട്രീറ്റ്മെന്റ് പറയുന്ന പേരാണ് എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി. അതെങ്ങനെ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ OCDയിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ക്ലിനിക്കിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഒബ്സഷൻസ് ഉണ്ട്. ഈ വൈബോക്സ് എന്ന് പറഞ്ഞ ചെക്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. OCDയിലുള്ള ലിസ്റ്റ് ഓഫ് ഒബ്സഷൻസും കമ്പൽഷൻസും ഉണ്ട്. അതിൽ നമ്മൾ എക്സ്പോഷർ ഉണ്ടാക്കും. ഇപ്പൊ ഒരാൾക്ക് അഴുക്കാണെന്ന് വിചാരിക്കുക, നമ്മൾ കയ്യിൽ അഴുക്കാക്കുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇടങ്ങറ് വരും. ആ ഇടങ്ങറ് ഇവർക്ക് ഫിസിയോളജിക്കൽ എറോസൽ, നേരത്തെ ഫോബിയയിലും പറഞ്ഞ ഒരു ശരീരത്തിലെ ഇടങ്ങറ് ഈ അഴുക്കായ കാര്യത്തിലുണ്ടാവും. അതിനെയാണ് അവർക്ക് ഇഷ്ടമല്ലാത്തത്. ആ ഇടങ്ങറിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ കൈയെടുക്കുന്നത്. അല്ലാതെ എന്തല്ല, അഴുക്കായിട്ട് എനിക്ക് എന്തോ പറ്റുന്നുള്ള വിശ്വാസം കൊണ്ടല്ല. അപ്പോൾ വിശ്വാസത്തിനൊന്നും കാര്യമായിട്ടൊന്നും നമുക്ക് ചെയ്യാനില്ല. നമുക്ക് ഈ ഒരു ഫിസിയോളജിക്കൽ എറോസൽ ഭയങ്കരമായിട്ട് കൂടുകയും, ആ ഡിസ്റ്റർബൻസ് ഈ വീണ്ടും പോയിട്ട് കൈ കഴുകും, വീണ്ടും കൈ കഴുകും, വീണ്ടും ഡൗട്ട് വരും, അഴുക്ക് പോയിട്ടില്ല, വീണ്ടും പോയിട്ട് കൈ കഴുകും. അപ്പോ ഈ അഴുക്ക് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് ആൻസൈറ്റി കൂടുകയാണ്.
എന്റെ കയ്യിൽ അഴുക്കുണ്ടല്ലോ, അണുക്കളുണ്ടല്ലോ, കോവിഡ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ, കൊറോണ ഉണ്ടല്ലോ എന്നൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യാണ്? വീണ്ടും പോയിട്ട് കൈ കഴുകുകയാണ്. അപ്പോൾ ഈ ഇടങ്ങറ് ആൻസൈറ്റി പോകുന്നതാണ് അവരുടെ വിശ്വാസം. പക്ഷെ കൈ വീണ്ടും കഴുകി വീണ്ടും ഡൗട്ട് വരും, വീണ്ടും ആൻസൈറ്റി വരും, വീണ്ടും കഴുകും. ഇതാണ് OCDയിലുള്ള ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഇങ്ങനെ കളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അയാൾ ഒരു പ്രശ്നവും വിഷമമായിട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് നമുക്കറിയാം അത് OCD ആണെന്നുള്ളത് നമ്മൾക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാവും. കാരണം OCD അത്രത്തോളം ഒബ്വിയസ് ആണ്. ആ OCD ആണ് എന്നുള്ളത്, നിങ്ങൾ ഒരാൾ വന്നു ഇരുന്നു, നിങ്ങൾ അയാളോട് ആദ്യം തന്നെ ഇത് OCD ആണ്, നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ തെറാപ്പി വിജയിക്കില്ല. അവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? അയാളെ ഇരുത്തണം. അയാളെ ഇരുത്തിയിട്ട് അയാളെ മുഴുവനായിട്ട് കേൾക്കണം. അയാൾക്ക് 1-2 കൊല്ലത്തെ ആൻസൈറ്റിയുടെ, ടെൻഷന്റെ, അയാൾ അനുഭവിച്ച വേദനയുടെ, അയാള് വേദന അനുഭവിക്കുന്നുണ്ട്, അയാൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, അതിന്റെ കൂടെ തന്നെ അയാളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അയാളുടെ ഫാമിലിയും ഉണ്ടാവും. അത് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ എന്നുള്ള വിഷമവും ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ വ്യക്തി കല്യാണം കഴിഞ്ഞ് ഗൾഫിലായിരുന്ന സമയത്ത്, കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഭർത്താവ് എവിടെയെങ്കിലും പുറത്തു പോവാ എന്ന് പറഞ്ഞിട്ടൊന്ന് കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 8-9 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പുറത്തിറങ്ങണേ. അങ്ങനെ ഒരു രക്ഷയില്ലാതെ ഭർത്താവ് എന്ത് ചെയ്തു? നാട്ടിൽ കൊണ്ടുവന്നാക്കാണ് ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്നേഹമൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടൊന്നും അവരുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല, പക്ഷെ ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം എന്റെ ഭർത്താവ് ഇതിൽ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ എന്നുള്ള വിഷമം കൂടിയാണ് ഇയാൾക്കുള്ളത്. ഫാമിലി, കുടുംബത്തില് ബാക്കിയുള്ളവർ വെള്ളത്തിന്റെ കാര്യത്തിൽ മറ്റുള്ളവർ പറയുന്നത്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും അതിന്റെ കൂടെ ഈ കൈ കഴുകിയിട്ട് മുറിയുന്നത്, ഒരുപാട് നേരം കുളിച്ച് കുഴഞ്ഞ് ബാത്റൂമിൽ വീഴുന്നത്, ഇതൊക്കെയാണ് അയാളുടെ പ്രശ്നം. ഈ പ്രശ്നം എൻ്റെ അടുത്ത് പറഞ്ഞു വരുന്ന സമയത്ത് അത് OCD ആണ്, അതിന് നമുക്ക് ERPT സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾക്ക് അത് മാത്രം പോരാ. അയാൾക്ക് അയാളുടെ പെയിനും വിഷമവും പ്രശ്നങ്ങളും ഒക്കെ കേൾക്കാൻ, അതിരുന്ന് മനസ്സിലാക്കാൻ, അതിന് ശരിക്കും മനസ്സിലായിട്ട് നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട്, അഥവാ ബാക്കിയുള്ളവരൊക്കെ അത് ജലപിശാചാണ്, വസ്വാസാണ്, നമുക്ക് വെള്ളം തീർക്കലാണ് പണി, അവളെ കൊണ്ട് കുടുങ്ങിക്കുന്നൊക്കെ പറയാൻ നേരം ഉണ്ടാവും. ലോകത്ത് ഒരു മനുഷ്യൻ മാത്രമേ അയാൾക്ക് എന്തുണ്ടാവുള്ളൂ? അത് കുഴപ്പമില്ല, നിങ്ങളുടെ തെറ്റല്ല, അതെനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാനും സപ്പോർട്ട് ചെയ്യാനും ഉണ്ടാവുള്ളൂ. അതുകൂടിയാണ് അവർക്ക് വേണ്ടത്. അതുകൂടി ഉണ്ടെങ്കിൽ എക്സ്പോഷർ തെറാപ്പിയിൽ എക്സ്പോഷർ കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എക്സ്പോഷർ എന്താ കൊടുക്കുക? കയ്യിൽ അഴുക്കാക്കുകയാണ്. അഴുക്കാക്കുമ്പോ എന്താണ്? അഴുക്ക് എന്ന് പറയുന്നതാണ് ലോകത്തിൽ അവരുടെ ഏറ്റവും ഫിയർഫുൾ ആയിട്ടുള്ള സാധനം. അത് കയ്യിലാക്കിയിട്ടാണ് ഒരു തെറാപ്പിസ്റ്റ് കൊടുക്കണേ. ആ തെറാപ്പിസ്റ്റ് അത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടിനെ സഹിക്കണം എന്നുണ്ടെങ്കിൽ, ആ ബുദ്ധിമുട്ടിനെ നേരിടാൻ തയ്യാറാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ടൊരു അലയൻസ് ഉണ്ടാവണ്ടേ, നമ്മളൊരു വിശ്വാസം ഉണ്ടാവണ്ടേ, നമ്മളത് അവരുടെ വെൽബീയിങ്ങിനും അതിനെ മാറ്റാനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നവർക്ക് ധാരണ ഉണ്ടാവണ്ടേ, അവരുടെ ഒരു പാർട്ടായിട്ട് നമ്മളവർക്ക് തോന്നണ്ടേ. അങ്ങനെ തോന്നണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ വസ്വാസ കാരണം, ഈ OCD കാരണം അത്രയും ആളുകൾ കുറ്റം പറഞ്ഞിട്ടുള്ള, അത്രയും ആളുകൾ പല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് ഇയാൾ വിശ്വസിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് വരുന്ന സമയത്ത് അങ്ങനെയുള്ള യാതൊരു ജഡ്ജ്മെന്റ്സും എൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഒരു അൺകണ്ടീഷണൽ പോസിറ്റീവ് കാർഡ് നമ്മൾ അവിടെ വർക്ക് ചെയ്യണം. അയാളുടെ പെയിനിനെ ഞാൻ എംപതൈസ് ചെയ്യണം. അയാൾ ചിലപ്പോൾ മണിക്കൂറുകളോളം ഇരുന്നിട്ട് ചിലപ്പോൾ കഴിഞ്ഞ 2 കൊല്ലത്തെ കംപ്ലീറ്റ് ഒബ്സഷനും OCD സൈക്കിളും ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അതിനെ നമ്മൾ കേൾക്കണം. ചിലപ്പോൾ മതപരമായിട്ടുള്ള സാധനങ്ങൾ അവർ പറയും. മതപരമായിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് എന്താ പറയാ, നിസ്കരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ ശരിയല്ല എന്ന് തോന്നിയത് ഞാൻ വീണ്ടും നിസ്കരിക്കും. അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചത് അങ്ങോട്ട് മനസ്സ് തട്ടിയില്ല എന്ന് തോന്നിയിട്ട് ഞാൻ അവിടെ തന്നെ നിന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഞാനൊരു മതവിശ്വാസി അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ തോന്നും ഇതൊക്കെയാണോ അവരുടെ ലെവല് എന്നുള്ളതൊക്കെ തോന്നാം സൈക്കോളജിസ്റ്റ് അല്ലാത്ത, അൺകണ്ടീഷണൽ പോസിറ്റീവ് കാർഡ് ഇല്ലാത്ത ഒരാൾക്ക്. പക്ഷെ നമുക്കത് തോന്നാൻ പറ്റില്ല. അപ്പൊ അൺകണ്ടീഷണൽ പോസിറ്റീവ് കാർഡും ആക്റ്റീവ് ലിസണിങ്ങും എംപതൈസിങ്ങും ഈ പറയുന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുള്ള മണിക്കൂറുകളും കഴിഞ്ഞതിന് ശേഷം OCD ആണ് നിങ്ങൾക്ക് എന്ന് ഡയഗ്നോസ് ചെയ്യുന്നതിന് മുൻപ് എന്താണ് OCD എന്നുള്ളത് നോർമലൈസ് ചെയ്ത് അതിന് അവർക്ക് മനസ്സിലാവുന്ന ടേംസിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നിട്ട് അവസാനം നമ്മൾ ഇതിന് പറയുന്ന പേര് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആണെന്ന് പറയുമ്പോൾ അയാൾ ആ തെറാപ്യൂട്ടിക്ക് വഴങ്ങും. എന്നിട്ട് ഞാൻ അയാളോട് പറയാനെന്ത്, നമ്മളുടെ പേടിയെ ഫേസ് ചെയ്യലാണ്. ആൻസൈറ്റി ഡിസോർഡേഴ്സിന്റെ പ്രത്യേകത എന്താണ്?
ഫിയറിനെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഫിയറിനെ കോൺകർ ചെയ്യാൻ ഒറ്റ വഴിയുള്ളൂ, ഫേസ് യുവർ ഫിയേഴ്സ് എന്നാണ്. അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടുന്നതിനനുസരിച്ച് ആ ഫിയറിനെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് സ്കൈ ഡൈവ് ചെയ്യാൻ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൈ ഡൈവ് ചെയ്യാത്തോടത്തോളം കാലം പേടി വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഒരൊറ്റ വട്ടം ചാടിയാൽ ആ പേടി അങ്ങ് തീരും. അപ്പം ഫേസ് യുവർ ഫിയേഴ്സ് എന്നുള്ളതാണ് ആൻസൈറ്റി ഡിസോർഡറിന്റെ പ്രിൻസിപ്പിൾ. അത് എക്സ്പോഷർ വെച്ചിട്ടാണ് നമ്മൾ ഫേസ് ചെയ്യിക്കുക. ആ എക്സ്പോഷറിൽ അവർ ഒറ്റയ്ക്കായിരിക്കില്ല. ഈ അൺകണ്ടീഷണൽ പോസ്റ്റ് റിഗാർഡും എമ്പതിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള തെറാപ്പിസ്റ്റ് ആയിട്ട് നമ്മൾ കൂടി അവരുടെ ആ പെയിനിൽ കൂടെ ഉണ്ടാവും. ആ ധൈര്യത്തിലാണ് അവർ എക്സ്പോഷറിലേക്ക് കടക്കുക. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബിഹേവിയറിസം മാത്രം ഫോക്കസ് ചെയ്ത് ബിഹേവിയർസ് ആണ് ശരി, സയൻസ് ആണ് ശരി, ഒബ്ജക്റ്റീവ് ആയിട്ട് എല്ലാത്തിനെയും കാണണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരെ പോയിട്ട് എക്സ്പോഷർ തെറാപ്പി അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ആദ്യം കാൾ റോജേഴ്സ് പറഞ്ഞിട്ടുള്ള അൺകണ്ടീഷണൽ പോസ്റ്റ് റിഗാർഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിന്റെ വേറൊരു വശം എന്താണ്, ഞാൻ ഈ എക്സ്പോഷർ തെറാപ്പി ഒന്നും കൊടുത്തില്ല. ഞാൻ ജസ്റ്റ് കാൾ റോജേഴ്സ് പറഞ്ഞതുപോലെ അയാളെ മുഴുവൻ കേട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ തിരിച്ചു വിട്ടുന്ന വിചാരിക്കാം. അയാളുടെ പ്രശ്നം മാറുമോ? ഇല്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കോഎക്സിസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ നല്ല സൈക്കോളജിസ്റ്റ് ആവുന്നുള്ളൂ. ഡിപ്രഷന്റെ കാര്യത്തിലും സെയിം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിപ്രഷനുള്ള ഒരാള് ഒരിക്കലും എന്റെ കോഴിക്കോട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൺസൾട്ടേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാൻ എന്റെ റൂമിലേക്ക്, നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ടീം ഇൻക്യുബേഷൻ എന്നറിയും, നമ്മുടെ ഓഫീസിലേക്ക് തിരിച്ചു പോണ സമയത്ത് അവിടെയുള്ള അയൽവാസികളായിട്ട് രണ്ടുപേരെ എന്നെ കാണാൻ വന്നു. അവരെന്നോട് പറഞ്ഞു, പിന്നെ ഞങ്ങളൊരു സുഹൃത്തിനെ കുറിച്ച് പറയാൻ വന്നതാണ്. അവന് കുറച്ച് ദിവസങ്ങളായിട്ട് വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങുന്നില്ല, റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, അടച്ചിട്ടൊരേ ഇരിപ്പാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേസൊന്നും എടുക്കാറില്ല. അപ്പം അവര് മരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും സിവിയർ ഡിപ്രഷൻ ആണെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്ത് ചെയ്തു, ഒരു നല്ലൊരാൾക്ക് റെഫർ ചെയ്തു, ഒരു സൈക്യാട്രിസ്റ്റിനെ റെഫർ ചെയ്യാനുണ്ടായി. റെഫർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒന്ന് പോയി കാണിച്ചു നോക്കുമെന്ന് പറയാനുണ്ടായി. അങ്ങനെ അവര് പോയ സമയത്ത് ആ സൈക്യാട്രിസ്റ്റ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ മെഡിസിൻ എഴുതി കൊടുത്തു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിപ്രഷനിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഹോപ്പ്ലെസ്നെസ്, പ്രതീക്ഷയില്ലായ്മ. ജീവിതത്തിനെ കുറിച്ചോ ലോകത്തിനെ കുറിച്ചും ഒരു പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ. അങ്ങനെ പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് മെഡിസിൻ കൊടുക്കുമ്പോൾ ആ മെഡിസിന്റെ കാര്യത്തിലും അയാൾക്ക് അയാളെ കേട്ട് അൺകണ്ടീഷണലി സപ്പോർട്ട് ചെയ്ത് എംപതൈസ് ചെയ്തിട്ട് അയാളുടെ കൂടെ ഞാനും ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എന്ന് പറയുന്നെങ്കിൽ അയാൾ അത് കഴിക്കുമായിരുന്നു. അദ്ദേഹം മെഡിസിൻ കഴിച്ചില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും വിഷമമുള്ള ഒരു കാര്യമാണ്, അതേ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിനെ കാണുന്നില്ല, അദ്ദേഹത്തിനെ റൂമിൽ കാണുന്നില്ല. അങ്ങനെ ഞാൻ അവരൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്ത് പിറ്റേന്ന് അവര് പറഞ്ഞു ഓട്ടോ ചാലിയാർ കടവെന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ചാടിയിട്ടൊന്നും ഉണ്ടാവില്ല, അവരെവിടെയെങ്കിലും പോയതായിട്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ അവിടെ ഇട്ടതായിരുന്നു. 3-ാമത്തെ ദിവസം അവരുടെ ബോഡി കിട്ടി. ഇവിടെ ശരിക്കും ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ അതിന് കേൾക്കാവുന്ന കഴിഞ്ഞിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടാവുമായിരുന്നു. അപ്പം ഇവിടെയൊക്കെ സംഭവിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഫങ്ഷണൽ ഫിക്സഡ്നെസ് ഉണ്ട്, അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. മറ്റുള്ള തിയറട്ടിക്കൽ ആസ്പെക്ട്, മറ്റുള്ള സൈക്കോളജിക്കൽ ആസ്പെക്ട്, ഫിസിയോളജിക്കൽ ആസ്പെക്ട് ഇതിലൊന്നും നമുക്കറിയാത്തത് നമുക്കറിയില്ല, അഥവാ അറിയില്ല എന്നുള്ളതിന്റെ അർത്ഥം അതാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് ചിന്തിക്കുന്ന പോലുമില്ല. പക്ഷെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ശരിക്കും കാലത്തിന്റെ നീടെന്നും പറയാൻ പറ്റില്ല, പണ്ട് മുതലേ ഉണ്ടാവേണ്ടതായിരുന്നു. ഈ പറഞ്ഞ തിയറീസ് പറഞ്ഞിട്ടുള്ള ഫ്രോയിഡ് ഒരിക്കലും ബിഹേവിയറിസത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാൾ റോജേഴ്സ് ഒരിക്കലും ഫ്രോയിഡിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാൾ റോജേഴ്സ് കുറെയൊക്കെ മൂപ്പര് ഇൻഫ്ലുവൻസ്ഡ് ആണ്, പക്ഷെ ബിഹേവിയറിസവും മറ്റുള്ള സാധനങ്ങളെയും മൂപ്പര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു റിജിഡിറ്റി നമ്മൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ആ ഒരു വ്യൂ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾക്ക് ഇതിലൂടെയൊക്കെ ട്രാവൽ ചെയ്തേ പറ്റുള്ളൂ. ഈ പറയുന്ന സംഭവങ്ങളിലൂടെയൊക്കെ പോയിട്ട് ഒരാളുടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇപ്പൊ ഡിപ്രഷന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പം ഒരാള് അൺകണ്ടീഷണലി സപ്പോർട്ട് ചെയ്യാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്റ്റോറി ഉണ്ട്, ഞാൻ അതുകൂടി പറയാം. അഥവാ ഒരിക്കലും ഒരു ഫേമസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, നിങ്ങളൊക്കെ ചിലപ്പോൾ എന്നിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഡിപ്രഷന്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലത്തിന്റെ അവിടെ, ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജ് ഉണ്ട് അമേരിക്കയിൽ. അവിടെ ഒരു കെവിൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ ഉണ്ട്. ഇയാള്
ഇതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റോന്തിയിട്ട് ഈ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ഇദ്ദേഹം 200ഓളം ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ നിന്ന്, സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്ന പ്രിഡ്ജിന്റെ അവിടെ നിന്ന്. ഒരിക്കലും ഒരു ദിവസം രാവിലെ ഇദ്ദേഹത്തിന്റെ വാക്കി ടോക്കിയിൽ പെട്ടെന്ന് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വരികയും പറയുകയും ഇയാൾ നെറ്റിപ്പടഞ്ഞ് എഴുന്നേറ്റ് പോയി നോക്കുന്ന സമയത്ത് കെവിൻ എന്ന് പറയുന്ന വേറൊരു യുവാവ് അവിടുന്ന് ഇങ്ങനെ ചാടാൻ നിൽക്കുകയാണ്. അപ്പൊ ഇയാൾ നേരിട്ട് പോയി ചോദിച്ചു, നിങ്ങള് അവിവേകം കാണിക്കരുത്, നിങ്ങൾ കയറി വരണം എന്ന് പറഞ്ഞപ്പോ കെവിൻ ഡിറ്റർമിൻഡ് ആണ്, കെവിൻ ചാടുന്ന് ഉറപ്പിച്ചു വന്നതാണ്. അവിടെ ചാടുമ്പോ എന്താ സംഭവിക്കാന്നറിയോ? ആ വെള്ളത്തിലേക്ക് അടിക്കുന്ന സമയത്ത് മുങ്ങിയിട്ടല്ല മരിക്കുക. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിന്റെ മേലെന്ന് ചാടുന്ന ഒരാള് മുങ്ങിയിട്ടല്ല മരിക്കുക. പകരം വെള്ളത്തിൽ അടിക്കുന്ന സമയത്ത് ഇയാളുടെ ബോഡിയിലെ കംപ്ലീറ്റ് എല്ലുകളും നുറുങ്ങിപ്പോകും. ആ വേദനയോട് കൂടിയിട്ട് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. എന്നിട്ടാണ് മരണപ്പെടുക. അങ്ങനെ ഉള്ള ഒരു സ്ഥലം, അതൊക്കെ ഓൾറെഡി എല്ലാവർക്കും നോൺ ആണ്. ഈ കെവിൻ ചാടാൻ നിൽക്കുന്ന കെവിനും അറിയാം. പക്ഷെ അതിനേക്കാൾ പെയിൻഫുൾ ആണ് എന്റെ ജീവിതത്തിന്റെ റിയാലിറ്റി എന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ അവിടെ പോയി നിൽക്കുന്നത്. അപ്പം ഈ കെവിൻ ബ്രിഗ്സ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ അയാളോട് പറയാണ്, നിങ്ങളെ ഈ ജീവിതം, ഒരേ ഒരു ജീവിതം ഒഴിവാക്കാൻ മാത്രം നിങ്ങളുടെ ഉണ്ടായിട്ടുള്ള ഒരു വിഷമം എന്താണെന്നുള്ളത് എനിക്കറിയണം, നിങ്ങൾ അത് മുഴുവൻ പറയണം എന്ന് പറഞ്ഞിട്ട് ആ കൈതരിയിൽ നിന്നുകൊണ്ട് തന്നെ 1.5 മണിക്കൂറോളം എടുത്തിട്ട് ഈ കെവിൻ അയാളുടെ വിഷമവും വേദനകളും കാര്യങ്ങളൊക്കെ ഈ പോലീസ് ഓഫീസറോട് പറയാണ്. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അയാളോട് പോലീസ് ഓഫീസർ പറയും, നിങ്ങൾ അവിവേകമൊന്നും കാണിക്കരുത്, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും സംസാരിച്ചിട്ട് ഇതിലുള്ള സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടെത്താം, നിങ്ങൾ വരണം എന്ന്. പക്ഷെ ആ പറച്ചിൽ അയാൾ കയറി വന്നിട്ട് ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നേരത്തെ അത്രയും തീരുമാനിച്ച നിങ്ങൾ ഇപ്പൊ തീരുമാനം മാറ്റിയെന്ന് പോലീസ് ഓഫീസർ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്ന ഒരു മറുപടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ കേട്ടു എന്നുള്ള ഒരൊറ്റ സാധനമാണ്. ആ കെവിൻ ബ്രിഗ്സ്, കെവിൻ എന്ന് പറഞ്ഞ യുവാവ് ഇന്ന് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റും ഒരു മോട്ടിവേഷൻ സ്പീക്കറും ഒക്കെയാണ്. അയാൾ ഇത് എന്താണെന്നറിയോ? അയാളുടെ സ്വന്തം പെയിനിനെ മറ്റുള്ളവർക്കുള്ള ലേണിങ്ങും മറ്റുള്ളവർക്കുള്ള ഇൻസൈറ്റും ആയിട്ട് ഇയാൾ ട്രാൻസ്ഫോം ചെയ്തു. അദ്ദേഹത്തിന്റെ വേദികളിലൂടെയാണ് മറ്റേ പോലീസ് ഓഫീസർ വേൾഡ് ഫേമസ് ആവണേ. അവരൊറ്റ കേൾക്കലിന്, 1.5 മണിക്കൂറിന്റെ കേൾക്കലിന് അത്രയും ശക്തി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഡിപ്രഷന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല എന്നാണ് ചാടിയിരുന്നെങ്കിൽ അവിടെ എന്തുണ്ടായിട്ടുണ്ട്? കാൾ റോജേഴ്സ് പറഞ്ഞതുപോലെയുള്ള ഒരു സാധനം ഏതൊരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് എന്ത്? ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്ന സാധനം, എംപതി എന്ന് പറയുന്ന സാധനം, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ഈ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് ആ കെവിന് ഒരു ജീവിതവും അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കാരണമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയണത് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള CBT ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഡിപ്രഷൻ പറയുന്ന ട്രീറ്റ്മെന്റ്. പക്ഷെ ഏതിലൂടെ കടന്നു വരണം? കാൾ റോജേഴ്സിന്റെ തിയറിയിലൂടെ കടന്നു വരണം. ഇനി ഈ ചില സ്ത്രീകളിൽ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ചില സ്ത്രീകളിൽ നല്ല കുട്ടികളില്, അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ട് കൂടുതലും സ്ത്രീകളില്, പുരുഷന്മാരിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് കാണപ്പെടുന്നത് ഈ സൈക്കോസൊമാറ്റിക് കംപ്ലൈൻസ് എന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. പനി, അല്ലെങ്കിൽ ചെസ്റ്റ് പെയിന്, അല്ലെങ്കിൽ ഊരവേദന, ഡിസ്കിന് കംപ്ലൈന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് ഒരു കാരണം കണ്ടെത്താൻ ഡോക്ടേഴ്സിനൊന്നും കഴിയില്ല. അവസാനം നമ്മളൊരു സൈക്കോളജിസ്റ്റ് അടുത്ത് അറിയാം. ഇവിടെ അതിന്റെ ഒരു വിഷമത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന്റെ സൈക്കോസൊമാറ്റിക് കംപ്ലൈൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞ തിയറീസിലൊക്കെ ആകെ എടുക്കാൻ പറ്റും സൈക്കോ അനാലിസിസ് മാത്രമാണ്. ഇദ്ദീഗോ സൂപ്രീഗോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു എന്താ പറയാ, പ്ലഷർ പ്രിൻസിപ്പിൾസ് ആണ്. സൂപ്രീഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൊറാലിറ്റി പ്രിൻസിപ്പിൾസ് ആണ്. അപ്പം ഒരു സ്ത്രീക്ക്, ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു സ്ത്രീ എടുക്കുക, ഒരു ഹൗസ് വൈഫാണ് അവര്. എല്ലാവരും ജോലിക്കും പോകുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങളും ചെയ്യണം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്ത്രീയുടെ ജോലി എപ്പോ തുടങ്ങും? രാവിലെ പുലർച്ചയ്ക്ക് തുടങ്ങും, അല്ലെങ്കിൽ രാവിലെ തുടങ്ങും. ഭക്ഷണം ഉണ്ടാക്കണം, ബാക്കിയുള്ള കാര്യം അങ്ങനെ തന്നെ ആവണം എന്നുള്ള ടൈം പറയുന്നത്. അതാണ് നമ്മൾ നടന്നു വരുന്ന ഒരു സോഷ്യൽ സെറ്റപ്പ്. രാവിലെ തുടങ്ങും, മക്കളെ നോക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചിലപ്പോൾ ജോലിക്ക് പോകണം. അത് കഴിഞ്ഞ് തിരിച്ചു വരും. ഹസ്ബൻഡും ബാക്കിയുള്ള ആളുകളൊക്കെ ടൗണിലും ബാക്കി ഫ്രണ്ട്സിന്റെ അടുത്തും ബാക്കിയുള്ള കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്യും. ഒരുപാട് ഫോണിലും ബാക്കിയുള്ള സമയത്തൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ അടുത്ത പണി രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലാണ്. ഇതും കഴിഞ്ഞിട്ട് ഒരു നല്ല സമയത്താണ് അവർ കിടന്നുറങ്ങുന്നത്. അപ്പം ഈ ഒരു ത്രൂ ഔട്ട് ടൈമിലുള്ള കാര്യങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടൊന്നല്ല ചെയ്യണേ.
അത് എന്നില് നിക്ഷിപ്തമായിട്ടുള്ള ഒരു കടമയാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സൊസൈറ്റി എന്നിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമാണെന്നുള്ള രീതിയിൽ നടന്നു വരുന്ന സാധനമാണ്. അത് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെട്ടോളൊന്നുമില്ല. അപ്പൊ സപ്പോസ് ഈ ഒരു സ്ട്രെസ് ഭയങ്കരമായിട്ട് അവരിലുണ്ട്, പക്ഷെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മൊറാലിറ്റി ആണ് ഈ പറഞ്ഞ പരിപാടി എന്നുള്ളത് കൊണ്ട് തന്നെ, സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മൊറാലിറ്റി എന്നുള്ളത് ഉദ്ദേശിച്ചത് അതാണ് ശരിയെന്ന്, എന്റെ ശരി എന്നുള്ളത് കൊണ്ടല്ല ഞാൻ പറയണേ. സൊസൈറ്റി കാണുന്ന ഒരു മൊറാലിറ്റി അങ്ങനെയാണെന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ സൂപ്പർവൈസർ എന്ത് പറയും, ഒരു കാരണവശാലും നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല, എടുക്കുന്ന വേണം, നിർബന്ധമാണ്, നിന്റെ കടമയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതെന്ത് പറയും, നിന്റെ ശരീരത്തിന് താങ്ങുന്നില്ല, നിനക്കൊരു സമാധാനം സന്തോഷമാണ് ഇമ്പോർട്ടൻസ്, നീ റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു ആൻസൈറ്റി ഉണ്ടാവും. ഈ ആൻസൈറ്റിയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുക അല്ലെ. അവിടെ ഉണ്ടാവുന്ന ആൻസൈറ്റിനെ മാനേജ് ചെയ്യാം. കാരണം ഈ നടുവിൽ കിടക്കുന്ന ഈഗോ എന്ന് പറഞ്ഞാൽ മൂപ്പരിക്ക് ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം രണ്ടാളും ഒരേപോലെ സ്ട്രോങ് ആണ്. എന്നാൽ ഇത് സോഷ്യലി അഡ്രസ് ചെയ്യാൻ പറ്റുമോ? അത് നാളെ മുതൽ നിങ്ങൾ നോക്കിക്കോ ഞാൻ പണിയെടുക്കൂല എന്ന് പറയാനും പറ്റില്ല. അപ്പൊ സോഷ്യലി അഡ്രസ് ചെയ്യാൻ പറ്റാത്ത ആൻസൈറ്റീസ് വരുമ്പോൾ ഡിഫൻസ് മെക്കാനിസംസ് യൂസ് ചെയ്ത് തുടങ്ങും. ഡിസ്പ്ലേസ്മെന്റോ പ്രൊജക്ഷനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുറെ പഠിച്ചിട്ടില്ലേ. അതൊരു ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് ഇതിനെ കാണാം. അഥവാ സോഷ്യലി അഡ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെയിനിലേക്ക് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യും മൈൻഡ്. അങ്ങനെ മൈൻഡ് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് അത് എന്തായിട്ട് വരും, ഒരു പെയിനോ പുറം വേദനയോ ഊരവേദനയൊക്കെ ആയിട്ട് വന്നാൽ എന്താ, ഹസ്ബൻഡിനോ സ്നേഹം ഉണ്ടാവും. കാരണം ഹസ്ബൻഡിനോട് പറയാം എനിക്ക് ഊരവേദനയാണ്. അപ്പൊ ഹസ്ബൻഡ് പറയും റെസ്റ്റ് എടുത്ത് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയാം എനിക്ക് ഈ പ്രശ്നമുണ്ട്, എനിക്ക് വേദനയുണ്ട്. അതിന്റെ സപ്പോർട്ട്, ഒരു സോഷ്യൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മൈൻഡ് എന്ത് ചെയ്യും, സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒന്നിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യും. സൈക്കോസൊമാറ്റിക് കംപ്ലയിൻസ് നമ്മുടെ ഡിസോർഡേഴ്സ് ഓഫ് സൈക്കോളജി പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. സൈക്കോസൊമാറ്റിക് കംപ്ലയിൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തിയറിയാണ് സൈക്കോ അനാലിസിസ്. പൊതുവെ സൈക്കോ അനാലിസിസ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകൾ ഇപ്പോഴത്തെ കാലത്ത് കുറവാണ്. പക്ഷെ ഈ ഒരു സംഭവത്തിന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സൈക്കോ അനാലിസിസ് വേണം. അത് ട്രീറ്റ്മെന്റ് കൊടുക്കണമെങ്കിൽ എന്ത് വേണം, ബിഹേവിയറിസം വേണം. അപ്പോ എക്ലറ്റിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഉദ്ദേശിക്കുന്ന ഇന്റഗ്രേഷൻ ആണ്. ഓരോ ഡിസോർഡറിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഫോബിയയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൻസൈറ്റി സാധനങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ബിഹേവിയറിസം തന്നെ വേണം. അതിനുള്ള ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിലും ബിഹേവിയറിസോ കോഗ്നിറ്റീവ് ആസ്പെക്ട്സോ വേണം. ഇനി എന്ത് പെയിനും ഏതൊരു ഡിസോർഡറും എന്ത് പ്രശ്നം കൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാലും കാർലോ ജോസിന്റെ ക്ലയന്റ് സെന്റേർഡ് തെറാപ്പിയിലൂടെ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളുടെ ലോകത്തേക്ക് കടക്കാൻ പറ്റില്ല. നമ്മളയാളെ കേട്ടുകൊടുക്കുമ്പോൾ അയാളെ ശരിക്കും മനസ്സിലായെന്ന് തോന്നുന്ന സമയത്ത് അയാൾ നമ്മളെ കൈ പിടിക്കും, എന്നിട്ട് അയാളുടെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. അയാൾ ഇതുവരെ ഒരാളോടും പറയാത്ത, ഒരാൾക്കും തുറന്ന് കാണിക്കാത്ത അയാളുടെ എല്ലാ വിഷമങ്ങളുടെയും ഏരിയാസ് നമുക്ക് തുറന്ന് കാണിച്ചു തരും. അപ്പോ ഒരു ബേസിക്കലി ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റിലേക്ക് വരികയാണ്. അഥവാ ഒരു ഡോക്ടറിന് നല്ല ചൂടനോ അല്ലെങ്കിൽ അഹങ്കാരിയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നമ്മൾ പോകും. കാരണം മരുന്ന് കിട്ടിയിട്ട് രോഗം മാറിയാൽ മതി. പക്ഷേ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ ടൂളാണ്. നമുക്ക് അത് നന്നാവാതെ നമുക്കൊരു നല്ല സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റില്ല. അപ്പോ ഒരു ബേസിക് പേഴ്സൺ സെന്റേർഡ്, കാർൽ റോജേഴ്സ് ഈ പേഴ്സൺ സെന്റേർഡിൽ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ. പക്ഷെ എനിക്കത് മാത്രം, അതെനിക്ക് ഇഷ്ടപ്പെടാൻ, എനിക്ക് അതെന്തായാലും ചെയ്യാൻ വേണം. പക്ഷെ എനിക്കത് മാത്രമാവാൻ പറ്റില്ല. കാരണം എക്സ്പോഷർ തെറാപ്പി എടുക്കേണ്ടടുത്ത് എക്സ്പോഷർ തെറാപ്പി തന്നെ കൊടുക്കണം, തോട്ടിനെ മാനേജ് ചെയ്യേണ്ടടുത്ത് തോട്ടിനെ തന്നെ മാനേജ് ചെയ്യണം, അതിനൊക്കെ കോഗ്നിറ്റീവ് ആസ്പെക്ട്സിലേക്കൊക്കെ പോകേണ്ടി വരും. പക്ഷെ എന്നെ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് നിലനിർത്തുന്ന, എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ റിലയബിൾ ആയിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ആണെന്ന് തോന്നിക്കുന്നത് എന്താണ്, അവർ എന്ത് ഡിഫറൻസ് എന്ന് വന്നാലും നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അൺകണ്ടീഷണൽ പോസിറ്റീവ് റെക്കോർഡ് ഉള്ളത് കൊണ്ടാണ്, എമ്പതറ്റിക് ആവുന്നത് കൊണ്ടാണ്, എത്ര സമയം എടുത്തു കഴിഞ്ഞാലും അവരുടെ പെയിനിനെ കേട്ടു കൊടുക്കുന്നത് കൊണ്ടാണ്. ഇതൊക്കെ എങ്ങനെയുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ചുറ്റുപാടുള്ള മതഭേദമന്യേ, വർണ്ണഭേദമന്യേ, ഈ വിശ്വാസഭേദമന്യേ എന്തും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മനുഷ്യനായിട്ട് ഒരാളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക. അയാള് എന്ത് സമയം തിരക്കും നമുക്കുണ്ടെന്നുണ്ടെങ്കിലും ഒരാള് വിഷമമായിട്ട് വരുന്ന സമയത്ത് അയാളെ കേൾക്കാൻ പറ്റുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ നല്ല മനുഷ്യനാണെന്നും കൂടിയല്ലേ, നമ്മൾ നല്ല സൈക്കോളജിസ്റ്റ് ആണെന്നല്ലല്ലോ. പുറത്തുള്ള ആള് സൈക്കോളജിസ്റ്റിന്റെ ക്വാളിറ്റി അല്ല അത്. പക്ഷെ നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ സൈക്കോളജിസ്റ്റിന്റെ ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ കോൺഗ്രുവൻസും എമ്പതിയും അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡും ആക്റ്റീവ് ലിസണിങ് ഒക്കെ പറയണേ. പക്ഷെ അത് ശരിക്കും സൈക്കോളജിസ്റ്റിന്റെ ക്വാളിറ്റി അല്ലല്ലോ, ഒരു നല്ല മനുഷ്യന്റെ ക്വാളിറ്റി അല്ലേ. അതുണ്ടെങ്കിലേ നമ്മുടെ അടുത്ത് ആള് വരൂ. അതുണ്ടെങ്കിലേ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ പാർട്ടിന്റെ ഒക്കെ ആവശ്യം വരുന്നുള്ളൂ.
അപ്പം ഈ ഒരു ടോട്ടൽ ഇന്റഗ്രേഷനിലൂടെ, ടോട്ടൽ അറിവിലൂടെ മാത്രമേ നമ്മൾക്ക് ഒരു നല്ല സൈക്കോളജിസ്റ്റ് ആവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. അപ്പം എക്ലറ്റിസം എന്നുള്ളൊരു വേർഡ് നമ്മളിപ്പോ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഇന്റഗ്രേറ്റീവ് അപ്രോച്ച് ആണ് ആക്ച്വലി. അത് ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്, എല്ലാത്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. പക്ഷെ അതാണ് നമ്മളൊരു നല്ല സൈക്കോളജിസ്റ്റ് ആക്കി മാറ്റുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്താണ്? ഇപ്പൊ ഞാനിട്ട സ്ലൈഡിൽ താഴെ പറയുന്നത് പോലെ, വൺ കനോട്ട് ഇന്റഗ്രേറ്റ് വാട്ട് വൺ ഡസ് നോട്ട് നോ. ഒരാൾക്ക് അറിയാത്ത സാധനത്തിന് ഒരാൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സാധനം, നമ്മൾക്ക് ഇഷ്ടമുള്ളത് പഠിച്ചാൽ പോരാ, നമ്മളെല്ലാം പഠിക്കണം. ഈ ടൈപ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഒക്കെ ഞാനൊരു PG ലെവലൊക്കെ പറയുന്ന എടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. അഥവാ എന്തൊക്കെ രീതിയിൽ തിയറീസിനെയും പ്രാക്ടിക്കൽ ആസ്പെക്ട്സിനെയും തെറാപ്യൂട്ടിക് ആസ്പെക്ട്സിനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാറുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ പിന്നെയും പഠിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തിയറിയിലും കോമൺ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോ അറ്റാച്ച്മെന്റ് തിയറി എന്ന് പറയുന്ന ജോൺ ബോൾബിയുടെ തിയറിയും ഫ്രോയിഡിന്റെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് തിയറി, കുറെ സാധനങ്ങളിൽ നമുക്ക് കോമൺ ഫാക്ടേഴ്സ് കാണാം. എന്ത്? അമ്മയുമായിട്ടും ഒക്കെയുള്ള അറ്റാച്ച്മെന്റ് കാര്യങ്ങൾ റിക്സന്റെ തിയറിയിൽ കാണാം. അപ്പൊ കോമൺ ഫാക്ടേഴ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നവരുണ്ട്. അസിമുലേറ്റീവ് ഇന്റഗ്രേഷൻ ചെയ്യുന്ന ആളുകളുണ്ട്. അസിമുലേറ്റീവ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറിയിൽ, എന്നാൽ ഞാൻ സൈക്കോഅനാലിസ്റ്റ് ആണ്, ഞാൻ സൈക്കോഅനാലിസിസ് തന്നെയാണ് ശരിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഫോബിയ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെടുക്കും? ബിഹേവിയറൽ തെറാപ്പി എടുത്തിട്ട് അതിനെ മാറ്റും. അഥവാ എന്റെ വിശ്വാസം ഒന്നാണെങ്കിലും ആവശ്യത്തിനനുസരിച്ച് ഞാൻ പോയിട്ട് പിക്ക് ചെയ്തുകൊണ്ടിരും. ഇതാണ് എക്ലറ്റിസം. ചൂസ് ചെയ്യുക, ആവശ്യം ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. തിയറട്ടിക്കൽ ഇന്റഗ്രേഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട്, ഇപ്പോ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ തിയറട്ടിക്കൽ ഇന്റഗ്രേഷനിലൂടെ വന്നൊരു സാധനമാണ്. കോഗ്നിറ്റീവ് തിയറീസ് വെച്ചിട്ടും മനുഷ്യന്റെ ഡിപ്രഷൻ ചേഞ്ചസ് വരുത്തും, അല്ലെങ്കിൽ മനുഷ്യന്റെ വിശ്വാസങ്ങളിലൊക്കെ ഉള്ള പ്രശ്നങ്ങളെ മാറ്റും. അഥവാ അയാളുടെ സ്കീമ അനലൈസ് ചെയ്യുക, അയാളുടെ തോട്ടിനെ അനലൈസ് ചെയ്യുക, നെഗറ്റീവ് തോട്ട്സിനെ അനലൈസ് ചെയ്യുക, അയാളുടെ സ്കീമയിലുള്ള കോഗ്നിറ്റീവ് ട്രയാഡിനെ അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ചേഞ്ചസ് വരുത്താം. കൂടെ എന്ത് ചെയ്യും? ബിഹേവിയറൽ ഷെഡ്യൂൾസ്, റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അയാളുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തും. അപ്പൊ അതൊരു ഇന്റഗ്രേഷൻ ആണ്. തിയറട്ടിക്കൽ പ്രിൻസിപ്പിൾസിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അതിനുള്ളൊരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ്. ടെക്നിക്കൽ എക്ലറ്റിസം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കേസിന് ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ടെക്നിക്സിനെ ചൂസ് ചെയ്യുക. അതൊരു വാസ്റ്റ് ലൈബ്രറി എന്റെ തലയിലുണ്ട്. എനിക്ക് ആ കേസ് കാണുന്ന സമയത്ത് ഏതൊരു കേസിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സൺ സെന്റേർഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഏതൊരു കേസ് എന്ന് പറയുന്നത്. ഒരു കേസ് ഒരു മനുഷ്യൻ ഒരു ലോകമാണ്. ഞാൻ ഇതുവരെ കാണാത്ത, ഞാൻ ഇതുവരെ യാത്ര ചെയ്യാത്ത, ഞാൻ ഇതുവരെ ടൂർ വിസിറ്റ് ചെയ്യാത്ത ഒരു ലോകമാണ്. എൻറ്റയർലി ഡിഫറെന്റ് വേൾഡ് ആണ് ഞാനും നിങ്ങളും ഒക്കെ. ആ വേൾഡിനെ മനസ്സിലാക്കാതെ, ആ വേൾഡിൽ കയറാതെ എനിക്ക് ഒരിക്കലും വേറൊരു ടെക്നിക്കോടെ വർക്ക് ചെയ്യാൻ പോണില്ല. അപ്പോ ആ വേൾഡിലേക്കുള്ള ടിക്കറ്റ് ആണ് എന്റെ പേഴ്സൺ സെന്റേർഡ് തെറാപ്പി എന്ന് പറയുന്ന സാധനം. അതെടുത്ത് ഞാൻ ഉള്ളിൽ കയറിയതിന് ശേഷം അയാളുടെ പ്രശ്നം എന്താണെന്ന് നോക്കിയിട്ട്, ഡിപ്രഷൻ ആണെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എടുക്കും, ഫോബിയ ആണെങ്കിൽ ബിഹേവിയറിസം എടുക്കും. അങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള ടെക്നിക്കിനെ, ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ടെക്നിക്കിനെ എടുത്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടെക്നിക്കൽ എക്ലറ്റിസം എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വീണ്ടും വരികയാണ്. വൺ കനോട്ട് ഇന്റഗ്രേറ്റ് വാട്ട് വൺ ഡസ് നോട്ട് നോ. അഥവാ നമ്മൾക്ക് അറിയാത്തതിനെ നമ്മൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനർത്ഥം അറിവാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾക്ക് ഈ പറഞ്ഞ സാധനങ്ങളിലൊക്കെ അറിവുണ്ടാവണം. അത് എവിടെ അറിവുണ്ടാവണം? ഞാൻ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ ഒരിക്കലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയിൽ ചേഞ്ചസ് വരുത്താൻ, ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയിൽ ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? ഒരു ഡോഗ് അല്ലെങ്കിൽ ഒരു ആനിമലിനോടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് ഒരു മനുഷ്യൻ മാറുകയാണെന്നൊക്കെ നമുക്ക് വേണം പറയാം. അഥവാ 3 കാര്യങ്ങളാണ് മനുഷ്യരിൽ നിന്ന് ആനിമൽസിനും ഡിഫറെന്റ് ആയിട്ട് ഇല്ലാത്തതായിട്ടുള്ളത്. ഒന്നെന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. 2 എന്താണ്? കോഗ്നിറ്റീവ് സ്കിൽസ് ആണ്. 3 എന്താ പറയാ, സോഷ്യൽ സ്കിൽസ് ആണ്. അഥവാ ആളുകളോട് ഇടപെടുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആളുകളെ മനസ്സിലാക്കുക, ഈ പറയുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യണേ, ഈ ലാക്ക് ചെയ്യുന്നതുണ്ടെങ്കിൽ അതിനാണ് ഓട്ടിസം എന്ന് ബേസിക്കലി പറയാം. അങ്ങനെയുള്ള ഒരാൾക്ക്, ഒരു കുട്ടി ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരു വീട്ടിലുണ്ടാവുന്ന റിസ്ക് എന്താ അറിയാം നിങ്ങൾക്ക്? ഒരു അഡോളസൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഈ സെക്ഷൽ ഡെവലപ്മെന്റ്, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മാസ്റ്റർബേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കും ടെൻഡൻസീസ് ഉണ്ടാവും. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെയുള്ള നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്?
മറ്റുള്ളവരുടെ മുന്നിൽ സൊസൈറ്റിയെ, സോഷ്യൽ കൺസ്ട്രക്ഷനെ, റിലേഷൻസിനെ, അതിന്റെ മുന്നിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ആരോടൊക്കെ എന്തൊക്കെ ചെയ്യണം, ആരെന്താണ്, അയാളുടെ ഒരു സെക്ഷൽ സ്റ്റിമുലേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഗസ്റ്റുകൾ ഇരിക്കുന്ന ഒരു സദസ്സാണെങ്കിൽ പോലും അവർ മാസ്റ്റർബേറ്റ് ചെയ്യും. ആ കുട്ടിക്ക് അറിയില്ല, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അറിയില്ല ഇത് സോഷ്യലി ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നുള്ളത്. ആ കുട്ടിക്ക് അറിയില്ല, അവനാകെ സ്റ്റിമുലേഷൻ വന്നു എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. അവിടെ ആരാ ബുദ്ധിമുട്ടുക? ആ പാരന്റ്സ് ആണ് ബുദ്ധിമുട്ടുക. അങ്ങനെയുള്ള ഒരു കുട്ടിയിൽ നമ്മൾ പോയിട്ട് കോഗ്നേറ്റീവ് ആസ്പെക്ട് കൊണ്ടുപോയിട്ട് ആ ചിന്തയും വിശ്വാസങ്ങളും മൊറാലിറ്റി ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. കാരണം അവന്റെ ബ്രെയിൻ അങ്ങനെയല്ല. പിന്നെ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റൂ? ഓപ്പൺ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു സംഭവം. ഓപ്പൺ കണ്ടീഷനിങ് നമ്മൾ പഠിച്ചത് എവിടെയാ? ആകെ സ്കിന്നർ ബോക്സിന്റെ ഉള്ളിലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അല്ലെ നമ്മൾ മാക്സിമം പോവുക എവിടെയാ? സാലറി കൊടുക്കുന്ന ഫിക്സഡ് റേഷ്യോ അല്ലെങ്കിൽ ഫിക്സഡ് ഇന്റർവെൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ, ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ്ലി നടക്കും ഓപ്പൺ കണ്ടീഷനിങ് പ്രിൻസിപ്പിൾസിലാണ്. ആ ഓപ്പൺ കണ്ടീഷനിങ് എന്ന് പറയുന്ന സാധനത്തിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന സംഭവങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ കണ്ടീഷനിങ് നമ്മൾ പഠിച്ചത്ര മതിയാവില്ല. നമ്മൾ അയാളുടെ ബുക്ക് വായിക്കുകയും AB അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ബ്രാഞ്ച് തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ നമ്മളുടെ അറിവ് എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാത്തിലും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് വായിച്ചു പോവുക, ഇഷ്ടമുള്ളത് പഠിക്കുക എന്നുള്ള ഒരു ആസ്പെക്ട് ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ് വരുന്നില്ല. നമ്മൾക്ക് എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണയും അറിവും ഉണ്ടായിരിക്കുകയും, എന്നിട്ട് നമ്മൾ മുൻപൊക്കെ ഈ സൈക്കോളജിസ്റ്റുകൾ, ഫ്രോയിഡ് ആണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ വിചാരിച്ച പോലെ മനുഷ്യ മനസ്സിനെ പഠിപ്പിക്കാൻ അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റ് തന്നെ നോക്കണം. ഒരാൾ ബിഹേവിയർ ആക്കിയാൽ സയൻസ് ആവുള്ളൂ, അതിനെ മാത്രം നോക്കിയാൽ ബാക്കിയൊക്കെ തട്ടിപ്പാണ്. അല്ലെങ്കിൽ വേറൊരാള് അയാളുടെ ഫ്രീ വില്ലിനെ മാത്രം, അയാളെ കൊണ്ട് തന്നെ ഉള്ളുന്ന സൊല്യൂഷൻ എടുക്കാൻ, ഇതിൽ ഓരോന്നിലും മാത്രം റിജിഡ് ആയിട്ട് നമ്മൾക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ അറിവും നമ്മുടെ വിശ്വാസവും ഒന്നുമല്ല. ഫസ്റ്റ് പ്രയോറിറ്റി ആ മുന്നിലിരിക്കുന്ന ആളുടെ പെയിനിനുള്ള ഒരു സൊല്യൂഷൻ ആണ്. ആ സൊല്യൂഷൻ ഫിറ്റ് ചെയ്യുന്ന ഏതൊരു തിയറി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. പക്ഷെ ആ തിയറിയില്, അതിൽ വരുന്ന ടെക്നിക്കില്, അതിൽ വരുന്ന തിയറീസില്, പ്രിൻസിപ്പിൾസില് നമുക്ക് നല്ല ധാരണയും നല്ല അറിവും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു എയിമായിട്ട് ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ് നിങ്ങളിൽ ഉണ്ടാവേണ്ടത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അഥവാ ഇപ്പോഴത്തെ ഒരു ആ സ്ക്രീനിൽ കാണുന്നത് പോലെ പണ്ട് വേറൊരു ഇന്റഗ്രേഷനും കൂടിയുണ്ട്. തെറാപ്യൂട്ടിക് പ്രിൻസിപ്പിൾസിന്റെ ഇന്റഗ്രേഷൻ അല്ല, റിസർച്ച് വേറൊരു കോലത്തിൽ നടക്കും, പ്രാക്ടീസൽസ് വേറൊരു കോലത്തിലായിരുന്നു പണ്ട് നടന്നിരുന്നത്, കുറച്ച് മുൻപ് വരെ നടന്നിരുന്നത്. അഥവാ റിസർച്ചേഴ്സ് എന്ത് ചെയ്യും? പിന്നെ കോവിഡ് വന്ന സ്ഥലത്ത് സെൽഫ് എസ്റ്റീം ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോകും, അല്ലെങ്കിൽ കോവിഡ് വന്ന സ്ഥലത്ത് റിസലിയൻസ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോകും. ഒക്കെയുള്ള നമ്മൾ ഡിഗ്രിക്കൊക്കെ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്കുകൾ. ഇനി അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത്രത്തോളം റെസിലിയൻസ് കുറവാണ്, മാങ്ങാത്തലി കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയറി പോവാണ് ചെയ്യാം. മനുഷ്യന്റെ ബേസിലുള്ള പ്രശ്നങ്ങളെ അതിനുള്ള സൊല്യൂഷൻസിനെ ഫോക്കസ് ചെയ്യുന്നത് കുറവായിരുന്നു. പകരം ക്യൂരിയോസിറ്റി ആയിരുന്നു റിസർച്ച് ഭരിച്ചിരുന്നത്. അറിയാത്ത കാര്യങ്ങൾ അറിയുക, അറിയാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുക, എന്നിട്ട് അത് പ്രൂവ് ചെയ്ത ആളായിട്ട് ഞാൻ മാറുക. അതായിരുന്നു പണ്ടത്തെ റിസർച്ച്. പക്ഷെ ഇപ്പോഴത്തെ റിസർച്ച് ഇന്റഗ്രേറ്റീവ് ആണ്. അഥവാ റിസർച്ചും പ്രാക്ടിക്കൽ ആസ്പെക്ട്സും അക്കാദമിക്സും ഇപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റിയിലും എല്ലാ കോളേജിലും ഈ കൗൺസിലിംഗും തെറാപ്പിയും ഒക്കെ കൊടുക്കുന്ന ഒരു ക്ലിനിക്ക് കൂടി സെറ്റ് ചെയ്യും, ഒരു റിസർച്ച് വിങ് വേറെയും സെറ്റ് ചെയ്യും. ഇത് മൂന്നും കൂടി പരസ്പരം ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഥവാ കൂടെയുള്ള മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസും ഇന്റേൺഷിപ്പും ചെയ്തിട്ടാണ് സൈക്കോളജി, അതും ഒരു ഇന്റഗ്രേഷൻ ആണ്. ആ ഒരു രീതിയിൽ പ്രാക്ടീസും റിസർച്ചും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ ചേഞ്ച് ആണ് ഈ ഒരു എക്ലക്റ്റിക് ആസ്പെക്റ്റിൽ വന്നിട്ടുള്ളത്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലിനീഷ്യൻ ഫ്രണ്ട്ലി പബ്ലിക്കേഷൻസ് ആണ് ഇപ്പൊ കൂടുതലായിട്ട് വരുന്നത്. ഒരു തെറാപ്പി കൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആസ്പെക്ട്സ് തെറാപ്പിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ്സ്, അഥവാ പ്രാക്ടിക്കലി ഒരു ക്ലിനീഷ്യനെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളിലാണ് ഇപ്പൊ കൂടുതലായിട്ട് പബ്ലിക്കേഷൻസ് വരുന്നത്. നിങ്ങളും കാര്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് റിസർച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് മനുഷ്യന്, പ്രത്യേകിച്ച് വേദനിക്കുന്ന പെയിൻ ഉള്ള ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ആസ്പെക്ട്സിൽ, പ്രൊഫഷണൽ ആസ്പെക്റ്റിൽ സൈക്കോളജി ഒരുപാട് മുന്നോട്ട് പോകും. ആ ഒരു കാര്യത്തിൽ നല്ല ചേഞ്ച് ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾക്ക് കൂടി ആ ഒരു ചേഞ്ച് റിസർച്ചിന്റെ കാര്യത്തിൽ പ്രാക്ടിക്കൽ ആസ്പെക്റ്റും റിസർച്ചും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം.
പിന്നെ പ്രാക്ടീസ് റിവ്യൂസ് ചെയ്യുക, അഥവാ ഒരു കേസിൽ ഒരു തെറാപ്പി ചെയ്തു, അതിനുണ്ടായിട്ടുള്ള ചേഞ്ച്, മാറ്റങ്ങൾ, കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്ന സാധനങ്ങള്. എവിഡൻസ് ബേസ്ഡ് കേസ് സ്റ്റഡീസ്, അഥവാ ഒരു തെറാപ്പി കൊടുത്തു അതിന്റെ എവിഡൻസ് പ്രൂവ് ചെയ്യുന്ന, ആ തെറാപ്പിയുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റഡീസ്. അഥവാ ഇങ്ങനെ റിസർച്ചും തെറാപ്പിയും അക്കാദമിക്സും ഇത് മൂന്ന് കോലത്തിലേക്ക് വരുന്നത്. അഥവാ നിങ്ങളൊക്കെ ഡിഗ്രി പഠിച്ചവരാണ്, നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ എത്ര ടീച്ചേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് അക്കാദമിക് സിസ്റ്റം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് എത്രത്തോളം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം സ്കില്ല് സൈക്കോളജിയിലുണ്ട്, നോളജ് അല്ലാണ്ട് ചോദിച്ചാൽ സ്കില്ല് ഉണ്ട് എന്നുള്ളത് അതൊരു ചോദ്യമാണ്. നമ്മൾ ഇനി പഠിച്ചത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും പ്രാക്ടിക്കലി എന്തെങ്കിലും കൊടുത്താൽ അത് അവരുടെ ലൈഫിൽ ഉപകരിക്കുന്ന സാധനമാണ്. അപ്പോൾ പ്രാക്ടിക്കൽ ആസ്പെക്റ്റും ടീച്ചിങ് ആസ്പെക്ട്, അക്കാദമിക് ആസ്പെക്റ്റും ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട സാധനമാണ്. റിസർച്ചും ഇത് കൂടി പരസ്പരം ഇന്റഗ്രേറ്റ്. മറ്റത് മൂന്ന് വഴിക്കാം. പഠിക്കുമ്പോൾ മൊത്തമുള്ള തിയറി മൊത്തം തലയിൽ കയറ്റി വെച്ചിട്ട് എക്സാമിന് അങ്ങോട്ട് കൊണ്ടുപോയി പൊട്ടുന്നല്ലാതെ നമുക്ക് ഒരിക്കലും അറിയില്ല ഓപ്പറേഷൻ കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഓട്ടിസ്റ്റിക് ആയിട്ട് ഒരു കുട്ടീനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരാൾക്ക് ഡോക്ടറെ കാണിച്ചിട്ട് മാറാത്ത വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സൈക്കോ അനാലിസിസ് ആണ് അതിന്റെ പിന്നിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നല്ലത്. അല്ലെങ്കിൽ ഒരു ഫോബിയ എന്ന് പറയുന്നത് പണ്ട് ബെല്ലടിച്ചു കഴിഞ്ഞാൽ സലൈവേഷൻ വരും എന്ന് പറയുന്ന സാധനത്തിൽ മാത്രം പഠിച്ചിട്ടുള്ള ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് അതിന്റെ പിന്നില്. അത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ മാറ്റേണ്ടത്. ഇതൊക്കെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ട്സിലേക്ക് നമുക്ക് അക്കാദമിക്സ് കൂടി ഉൾപ്പെടുത്താൻ പറ്റണം. അതൊരു എക്ലറ്റിസ് ആണ്, ഇന്റഗ്രേഷൻ ആണ്. അപ്പൊ ഈ രീതിയിലൊക്കെയുള്ള ചേഞ്ചസ് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താണ്, ബയോളജിക്കൽ ആസ്പെക്റ്റുമായിട്ട് പണ്ടൊക്കെ ചിന്തയും ഇമോഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് സയൻസ് ഒക്കെ കാര്യമായിട്ട് ഡെവലപ്പ് ചെയ്ത സ്ഥിതിക്ക് ബയോളജിക്കൽ ആസ്പെക്ട്സിന്റെ ഇമ്പോർട്ടൻസ്, ഞാൻ അതിലേക്കൊന്നും അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇപ്പൊ ജസ്റ്റ് ഒരൊറ്റ കാര്യം വേണം പറയാം. നമ്മൾ ആൻഷ്യസ് ആണെന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒരു ത്രെറ്റിനെ പെർസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. എന്താണ്? നമ്മളിപ്പോ ഒരു റൂം, ആ റൂമില് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്തോ എഴുതുന്നുണ്ട്, ഒരാൾ വരക്കുന്നുണ്ട്, ഒരാൾ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നല്ല വെള്ള വെളിച്ചമൊക്കെ ഉണ്ടാവും. ആ വെള്ള വെളിച്ചം നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാമ്പിനെ എങ്ങാനും ആരോ കണ്ടു റൂമിൽ, പിന്നെ അവിടെ ഉള്ള ഒരു മൊത്തം പാമ്പിൽ ഫോക്കസ് ചെയ്യില്ലേ? ഇതേപോലെ നമ്മുടെ ബ്രെയിനിൽ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു സാധനം, ന്യൂറോ ട്രാൻസ്മിറ്റർ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ തലയുടെ എല്ലാ ഫാക്കൽറ്റീസും കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ചിന്തിക്കുകയും വരയ്ക്കുകയും ക്രിയേറ്റീവ് ആവുക ഒക്കെ ചെയ്യും. പക്ഷെ എനിക്ക് ഡാമേജിങ് ആയിട്ടുള്ള ഒരു ത്രെറ്റിനെ പെർസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതാ നിങ്ങളോട് പറയാണ് വൈകുന്നേരം ഒരു സെമിനാർ എടുക്കണം, നിങ്ങൾക്ക് അറിയാത്തൊരു വിഷയമാണെന്ന് വിചാരിക്കാം. അന്ന് നിങ്ങൾ ഒന്നിനെ എന്റർടൈൻ ചെയ്യുക. അന്ന് നമ്മൾ ഒരാൾ വെറുതെ കളിയാക്കി നമുക്ക് ദേഷ്യം വരും. നമ്മൾ എന്തെങ്കിലും ആരെന്ന് പറഞ്ഞാൽ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. കാരണം നമ്മൾ മൊത്തം ഈ ത്രെട്ടില് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അതിന് കാരണം എന്താണെന്നറിയോ? തലച്ചോറില് സെറോട്ടോണിൻ ഉണ്ടാവുക നമ്മുടെ റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കാമിങ് എഫക്ട് കൊണ്ടുവരുന്ന സെറോട്ടോണിൻ ആണ്. ഒരു ത്രെട്ടിനെ പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ് ഈ സെറോട്ടോണിൻ എടുത്തങ്ങോട്ട് മാറ്റും. അപ്പൊ പിന്നെ ആ റൂം മൊത്തം ചോപ്പ് ലേറ്റ് ആയിക്കണേ, ഇങ്ങനെ മിന്നി എമർജൻസി സിറ്റുവേഷൻ ആണ്. അവിടെ പിന്നെ അഡ്രിനാലിനാണ് വർക്ക് ചെയ്യുക. അപ്പൊ നമ്മളൊരു ആൻസൈറ്റി ഉള്ള ഒരാൾ വരുന്ന സമയത്ത് അയാളുടെ തലച്ചോറിൽ സെറോട്ടോണിൻ ലെവൽ കുറവാണെന്നും കൂടി നമ്മൾ ചിന്തിക്കണം. അയാളുടെ അഡ്രിനാലിനാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് കൂടി ചിന്തിക്കണം. അയാളുടെ ഫിസിയോളജിക്കൽ ആസ്പെക്ട് ഇന്നതാണെന്ന് കൂടി അറിയണം. ഒരു ദേഷ്യപ്പെടുന്ന ഒരാള്, നിങ്ങളോട് ഒരാൾ ദേഷ്യം പിടിക്കുകയാണ്, അയാളുടെ ബ്രെയിന് അങ്ങനെ സെൻസിറ്റീവ് ആണ്. അയാളുടെ ബ്രെയിന് ആ ഒരു ചെറിയ സ്റ്റിമുലസ്, അത് നമ്മളോടുള്ള ദേഷ്യം എന്ന് ദേഷ്യത്തിനുള്ള കാരണം എന്താണോ ആ സ്റ്റിമുലസ് അയാളുടെ ത്രെഷോൾഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാളുടെ ബ്രെയിനിൽ ദേഷ്യം ഉണ്ടായത്. അങ്ങനെ ഫിസിയോളജിക്കലി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരാളോടും ദേഷ്യം തോന്നേണ്ട കാര്യം, കാരണം അയാളുടെ ബ്രെയിൻ അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് തോന്നിട്ട്, അത് അയാളുടെ മിസ്റ്റേക്ക് അല്ല. അപ്പൊ ബയോളജിക്കൽ ഇന്റഗ്രേഷനും കൂടി, അതിനാണ് നമ്മൾ ഫിസിയോളജി പഠിക്കുന്നത്. അതും ഈ തിയറട്ടിക്കൽ സാധനങ്ങൾ മാത്രമല്ല, ഫിസിയോളജിക്കൽ ആസ്പെക്ട് കൂടി എന്താണ്, ഇന്റഗ്രേറ്റീവ് അപ്രോച്ചില് എക്ലറ്റിസത്തില് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈ പറയുന്ന സംഭവങ്ങൾ ഒക്കത്തിനും അറിവും നോളജും വിദ്യയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു നല്ല സൈക്കോളജിസ്റ്റ് ആവാൻ പോകുന്നുള്ളൂ. മറ്റും നമ്മൾ അഡമന്റ് ആവുകയാണ്, നമ്മൾ റിജിഡ് ആവുകയാണ്, നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുകയാണ്. അഥവാ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്താണ് ചെയ്യുക? അതൊരു ക്ലയന്റ് സെന്റേർഡ് അല്ല, അതൊരു തെറാപ്പിസ്റ്റ് സെന്റേർഡ് ആണ്. തെറാപ്പിസ്റ്റ് ആണ് പറയുന്നത് എന്ത്, നിങ്ങളുടെ ആ തോട്ട് ശരിയില്ല, അത് മാറ്റണം. പക്ഷെ പേഴ്സൺ സെന്റേർഡിൽ എന്താണ്, ശരിയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല, ഞാൻ അയാളെ കേൾക്കുന്നേ ഉള്ളൂ, ഞാൻ അയാളെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അയാളെ അക്സെപ്റ്റ് ചെയ്ത് ജഡ്ജ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് അയാൾ എനിക്കൊരു റോള് തരും.
നിങ്ങൾ എന്നെ സഹായിക്കണം, നിങ്ങൾക്ക് എന്റെ വിഷമം മനസ്സിലായിട്ടുള്ളൂ, നിങ്ങൾക്കേ അത് മനസ്സിലാവുള്ളൂ, ലോകത്ത് എനിക്ക് നിങ്ങൾ മാത്രം എന്റെ വിഷമത്തിന് കാര്യമായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ജഡ്ജ് ചെയ്യാനുള്ള റോൾ അയാൾ എനിക്ക് തരികയാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് പിന്നീട് എന്ത് ചെയ്യാം, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ചെയ്യുമ്പോൾ ആ തോട്ട് ശരിയില്ല കേട്ടോ, നമുക്കത് മാറ്റണം എന്ന് പറയാം, അയാൾ അക്സെപ്റ്റ് ചെയ്യും. ഇതൊക്കെ എന്താണ്, ഇന്റഗ്രേറ്റഡ് ആണ്. നമുക്ക് എല്ലാം പഠിച്ചേ പറ്റൂ. എനിക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഇഷ്ടമുള്ളതൊന്നും ഇല്ല, എല്ലാം നമ്മുടെ അറിവിൽ ഉണ്ടായിരിക്കണം. എല്ലാത്തിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്ലറ്റിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട്. അപ്പോ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഇതിന്റെ ഒരു ബെനിഫിറ്റും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും. എല്ലാത്തിന്റെയും അപ്പുറത്ത് ഇതാണ് നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ അറിവും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ടൂള്. അല്ലാതെ പുറത്തുനിന്നൊരു ടെക്നിക്കോ ടൂളോ അല്ലെങ്കിൽ മരുന്നോ ഒന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ട് എല്ലാത്തിലും അറിവുണ്ടാക്കുകയും അതേപോലെ തന്നെ എമ്പതിയും അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡും ആവാതെ ഞാൻ പറയില്ല, നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാവുക, നല്ലൊരു പേഴ്സൺ ആവുക, നല്ലൊരു മനുഷ്യനാവുക, മനുഷ്യജീവിയാവുക, സഹജീവികളോട് ഒരുമിച്ച് കൊണ്ട് നടക്കുന്ന, ഒരേപോലെ കാണുന്ന, ഒരേപോലെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യജീവിയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതിന് നമ്മളെ സഹായിക്കുന്നത് പേഴ്സൺ സെന്റേർഡ് ആണ്. പക്ഷേ ഒരു ടെക്നിക്ക് വരുന്ന സ്ഥലത്ത്, ഒരു ഫോബിയ വരുന്നവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ചിന്തയിൽ അയാൾക്ക് അറിയാം ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു സൂചി കണ്ടാല് ബോധം കിട്ടുന്ന ആൾക്കറിയാം സൂചി എന്റെ നെഞ്ഞത്ത് കയറുന്നില്ല, അതിനെ സൂചി കുത്താണ് പോലും ചെറിയ വേനലെന്ന് അയാൾക്കറിയാം. പക്ഷെ സൂചി കാണുമ്പോൾ ഉണ്ടാകുന്ന ഇടങ്ങർ അയാളുടെ ക്ലാസിക്കലി കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. അയാൾക്ക് ചിന്തിച്ചാൽ മാനേജ് ചെയ്യാൻ പറ്റില്ല. അവിടെ പിന്നെ ഞാൻ അയാളെ കേട്ടു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യണം, എക്സ്പോഷർ തെറാപ്പി കൊടുക്കണം. അങ്ങനെ വേദ് എവിടെ ഉപയോഗിക്കണം എന്ന് എനിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എല്ലാത്തിനെ കുറിച്ചും അറിവും ഉണ്ടാവണം. അപ്പം മൊത്തത്തിൽ എല്ലാം പഠിച്ച് എവിടെ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള ലോജിക്ക് ഉണ്ടാവുകയും ഈ പറഞ്ഞ ബേസിക് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, സൈക്കോളജി സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ എന്നുള്ളതാണ് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ സമയം നോക്കിയിട്ടില്ല, സമയത്തെക്കുറിച്ച് ബോധേഡ് ആയിട്ടില്ല. ഐ എം റിയലി സോറി. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇടങ്ങേറാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോർഗീവ് മീ. പക്ഷെ ഈ പറയാനുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമായിരുന്നു ഉദ്ദേശം. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പോഴും 34 ആളുണ്ടല്ലോ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാം, ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടെങ്കിൽ അതും ആവാം. ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. റെഫറൻസ് ബുക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞുതരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, കാരണം എത്രത്തോളം ബുക്കുകൾ ഉണ്ട് എന്നുള്ളത്. ഇപ്പോ ആ ബുക്ക് ഞാൻ പറഞ്ഞത് ഓൺ ബിക്കമിങ് ഓഫ് എ മാൻ എന്ന് പറയുന്ന ബുക്കാണ്. ബേസിക്കലി അയാളുടെ ബിഹേവിയർ പറയുന്ന സാധനങ്ങളെ കുറിച്ചുള്ള ബുക്ക്, ഓൺ ബിക്കമിങ് ഓഫ് എ മാൻ എന്ന് പറയുന്ന ബുക്ക്. അങ്ങനെ ഒരുപാട് ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ PDF ഡ്രൈവ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതില് നിങ്ങൾക്ക് അതിലൊരാളുടെ പേര് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഇപ്പം കാൾ റോജേഴ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പരുടെ ബുക്സ് മൊത്തം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നിങ്ങൾക്ക് എന്താ പറയാ, മറ്റേ ഈ ആമസോൺ മറ്റേ എന്താ കിൻഡിലില്ല, അതിൽ റീഡ് ചെയ്യാനുള്ള ഫോമാറ്റ് വേണമെങ്കിൽ കിട്ടും, എങ്ങനെയും കിട്ടും. ഇനി നിങ്ങൾ സ്കിന്നർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പറേഷൻ കണ്ടീഷനിങ്ങിന്റെ പ്രിൻസിപ്പിൾസ് മൊത്തം വായിക്കാം, മൂപ്പരെ കുറിച്ച് വായിക്കാം, അതൊക്കെ ചെയ്യാം. പിന്നെ നമ്മളൊക്കെ സൈക്കോളജിയിൽ മിക്കവാറും കണ്ടിട്ടുള്ള ബുക്ക് ആയിരിക്കില്ല ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്നൊക്കെ പറയുന്നത്. അത് മാത്രമേ നമുക്ക് ബുക്ക് ഉള്ളൂ എന്ന് നമുക്ക് ധാരണയുള്ളൂ. പക്ഷെ നല്ല സിമ്പിൾ ആയിട്ട് വായിക്കാൻ പറ്റുന്ന ബുക്കുകളാണ് അവരുടെ ഒക്കെ ബുക്കുകൾ. എല്ലാം വായിക്കുക. കാൾ റോജേഴ്സിന്റെ ആ ബുക്ക് നേരത്തെ പറഞ്ഞതാണ്, ഓൺ ബിക്കമിങ് ഓഫ് എ മാൻ എന്ന് പറയുന്ന ബുക്കാണ്. എന്തായാലും വായിച്ചിട്ടുണ്ടാവുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മുടെ ബേസ് ആണ്. അവിടുന്ന് മറ്റുള്ള ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. നേരിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കല് നമ്മൾക്ക് പറ്റിയ പണിയല്ല. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഓക്കെ, എങ്കിൽ മോസിന നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു.
വൈൻഡപ്പ് ചെയ്യാം. വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. സാറ് വളരെ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. താങ്ക് യു സർ. അതുപോലെ ഇന്ന് ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ അടുത്ത സെക്ഷൻ ഒക്ടോബർ 31 മെഡിറ്റേഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന ടോപ്പിക്കിൽ സുമയ്യ തയ്യർ മാം ആണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ എല്ലാവരെയും ഇനി അടുത്ത സെക്ഷനിൽ കാണാം. താങ്ക് യു. താങ്ക് യു. എല്ലാവരുടെയും നന്ദി ഞാൻ കാണുന്നുണ്ട്. പിന്നെ താങ്ക് യു ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഒരുപാട് സന്തോഷം.